24 ഗുരുക്കന്മാർ ആരൊക്കെയാണ്? എന്താണ് ഈ ഗുരുക്കന്മാർ നമുക്ക് കാണിച്ചത്? ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ അജ്ഞാനത്തെ മാറ്റുന്നത്, അല്ലെ? ജ്ഞാനമാകുന്ന പ്രകാശത്തെ തരുന്ന ഗുരുക്കന്മാരാണ്. ഇത് പ്രകൃതിയിൽ തന്നെ, പ്രകൃതി, ഈശ്വരൻ പ്രകൃതിയില് ഈ 24 ഗുരുക്കന്മാരെയും വെച്ചിട്ടുണ്ട്. ഒരു ഉപാസകന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗുണങ്ങളാണ് ശ്രദ്ധ, വൈരാഗ്യം. സംസ്കൃതത്തില് വിഗതരാഗം, അതിനെയാണ് നമ്മൾ വൈരാഗ്യം, ആഗ്രഹങ്ങൾ ഒഴിഞ്ഞ അവസ്ഥ. എന്തിനെ അറിഞ്ഞാലാണോ ബാക്കിയെല്ലാം മൂല്യമില്ലാത്തതാണെന്ന് അറിയുന്നത്, അതിനെ ഞാൻ, അല്ലെങ്കിൽ ഐ, ആത്മാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ഉദാഹരണത്തിന് എന്താ പറയാ, ശ്രദ്ധ, ഭക്തി, വൈരാഗ്യം, ഇതെല്ലാം തന്നെ നമ്മുടെ ആ ഒരു സ്വഭാവം സൃഷ്ടിക്കപ്പെടുന്ന കാരണമാണ്, അല്ലെ? വൈരാഗ്യം ഉണ്ടെങ്കിലേ ശ്രദ്ധ വരൂ. ഉദാഹരണം എന്താ പറയാ, പരീക്ഷിത്ത് മഹാരാജാവ് തന്നെയാണ്. അതിന്റെ കഥ നമുക്കറിയാം. വൈരാഗ്യം വരാൻ കാരണം എന്താ? മരണം, നശ്വരതയെ മുമ്പിൽ കണ്ടു. അങ്ങനെ വൈരാഗ്യം ശ്രദ്ധയുണ്ടാക്കി. കുന്തിക്ക് ഇതേ അനുഭവം വന്നു. ദുഃഖങ്ങൾ കുന്തിയെ ആസക്തിയുള്ള വിഷയങ്ങളെ ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചു. ഈ ശ്രദ്ധ ആത്മാവിലേക്ക്, അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സത്യത്തെയാണ് നമ്മൾ ആത്മാവ് എന്ന് പറയുന്നത്, അല്ലെ? എല്ലാവരുടെ പുരങ്ങളിലും ശരീരത്തിലും ഇരിക്കുന്ന ആ ഒരു സത്യവസ്തു, സത്ത്, അല്ലെ? അതിലേക്ക് തിരിയുമ്പോൾ ആത്മശുദ്ധി ഉണ്ടാക്കും. ഉറപ്പാണ്. സിദ്ധോസ്മി, അനുഗ്രഹോസ്മി. പരീക്ഷിത് മഹാരാജാവ് എന്താ അവസാനം പറഞ്ഞത്? അഹമസ്മി. കാരണം ഒരു പ്രാവശ്യം അല്ല പറഞ്ഞത്, 3 കാര്യങ്ങളാ പറഞ്ഞത്. എനിക്കിത് കിട്ടിയതാണ്, ഇത് എന്റെ അനുഗ്രഹമാണ്, അല്ലെ? അഹമസ്മി, ഞാൻ അഹം എന്ന് പറയുന്ന ആ സത്യവസ്തു തന്നെയാണ്. അപ്പോ നമ്മുടെ ഈ ആത്മശുദ്ധി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അതിലേക്ക് സഞ്ചരിക്കണം, അല്ലെ? അതിന് നമുക്ക് ഗുരുക്കന്മാര് വേണം. അത് നമ്മളെ ജ്ഞാനത്തിലൂടെ മാത്രം സഞ്ചരിക്കണം. ശ്രദ്ധ എന്നാൽ എന്താ? ഒരു പ്രാവശ്യം കേട്ടാൽ തന്നെ ഭഗവത് അനുഭവം ഉണ്ടാകും. അതിനെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പൊ മനന നിധിധ്യാസനങ്ങൾ പോലും വേണ്ട. പരീക്ഷിത്ത് മഹാരാജാവ് എന്താ ചെയ്തത്? ഒരേ ഒരു പ്രാവശ്യം മാത്രമേ കേട്ടുള്ളൂ. ശ്രീശുകൻ പറഞ്ഞു, ശരീരം എന്നാല് മരണമാണ്, അതിലെ ആ അമൃതത്വത്തെയാണ് കാണേണ്ടത്, അല്ലെ? ബോഡി ഈസ് അനദർ നെയിം ഫോർ ഡെത്ത്. അപ്പൊ എന്താണ് പറയുന്നത്? ഞാൻ ഐ ഇൻ യു ആൻഡ് മീ ഈസ് ദി ഇമ്മോർട്ടാലിറ്റി. നിന്റെ ഉള്ളിലിരിക്കുന്ന ഐ, എന്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ, ഇതിനെയാണ് മരണമില്ലാത്ത വസ്തു. ആ അകത്തെ വസ്തുവിന് മരണമില്ലാത്തതാണ്. ആ വസ്തുവിനെ അറിഞ്ഞാൽ മരണഭയം ഇല്ലാതാകും. അപ്പൊ സാധന എല്ലാം തന്നെ എന്താ? ഈ ശ്രദ്ധ ഉണർത്താനാണ്, അല്ലെ? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പോ ധ്രുവൻ എന്താ കണ്ടത്? ഭഗവാനെ തപസ് ചെയ്തു. ആ ചെറിയ കുട്ടി, 5 വയസ്സുള്ള കുട്ടി, അല്ലെ? നാരദന്റെ ഉപദേശപ്രകാരം ആ ഒരു തപസ് ചെയ്ത് ആ ഒരു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. അന്തപ്രവിശ്യ. നമുക്കറിയാം ധ്രുവന്റെ പ്രാർത്ഥന ഭഗവാനോട്, അല്ലേ? എല്ലാവരുടെയും ഉള്ളിൽ പ്രവേശിച്ചല്ലയോ ഭഗവാനെ. അപ്പോ ധ്രുവൻ ആ സമാധിയും വൈകുണ്ഠവും എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അഹം അത് തന്നെയാണ് പൂർണ്ണാനന്ദം. വന്നു പോകുന്നതെല്ലാം എന്താ? പ്രപഞ്ച വസ്തുക്കളാണ്, അല്ലെ? പ്രപഞ്ച ബോധമാണ്. അപ്പോ ഉള്ള അനുഭവ സ്വരൂപമായിട്ട് കാണുന്നത് തന്നെയാണ് ബ്രഹ്മം. ശ്രദ്ധ തന്നെയാണ് വൈരാഗ്യം. തപസ് കൊണ്ട് ശ്രദ്ധ ഉണരും. വാസന കൊണ്ടോ ശ്രദ്ധ ഉണ്ടാകും, അല്ലെ? അപ്പോ ആ ഒരു നമ്മുടെ ആശ്രയം ജഡത്തിന്റെ പിടിവിട്ട് ആത്മാവിലോട്ട് തിരിഞ്ഞാലേ ശുദ്ധമാവുകയുള്ളൂ. മരണഭയം മനുഷ്യനില്ലാത്തത് മരണമില്ലാത്ത വസ്തു ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. അതിനെ തള്ളി മാറ്റുകയാണ്. നമ്മൾ തള്ളി മാറ്റി മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഭഗവതി നമുക്ക് ലബ്ധ വസ്തുവാണ്, അല്ലെ? ഈശ്വരൻ നമുക്ക് കിട്ടിയ വസ്തുവാണ്. അപ്പൊ അത് പറയുന്നതും കേൾക്കുന്നതും ആരാ? ആ ദേവി തന്നെയാണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ. ഉദ്ധവ ഗീതയിലൂടെ 24 ഗുരുക്കന്മാരെ മനസ്സിലാക്കാൻ പോവുകയാണ് നമ്മള്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുടെ ഉള്ളിലും ഇരിക്കുന്നത് എന്താ? ഒരേ ഈശ്വരനാണ്, അല്ലെ? നമ്മൾ ഉദ്ധവ ഗീത എന്ന് പറയുന്ന ഏകാദശ സ്കന്ധം, ഇതിനെ മുക്തി സ്കന്ധം എന്നാ പറയുന്നത്. യാദവ വംശത്തിലെ പ്രസിദ്ധനായ യദു മഹാരാജാവ് എല്ലാ സുഖങ്ങൾക്കും പുറകിലും എന്താ ഒരു പൂർണ്ണത തോന്നാത്തത് കാരണം ഇങ്ങനെ വെറുതെ അലയുകയാണ്. കാരണം എന്തോ ഒരു അപൂർണത തനിക്കുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അങ്ങനെ അലഞ്ഞു നടന്നപ്പോൾ തേജസ്വിയായിരിക്കുന്ന ഒരു അവധൂതനെ കണ്ടു. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായിരിക്കുന്ന സാക്ഷാൽ ദത്താത്രേയൻ. അദ്ദേഹത്തിന്റെ മുഖത്തിലെ ശാന്തത
ഉള്ളിൽ എവിടെയോ ശാന്തി ഉണ്ടെന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ മൃഗങ്ങള് എന്താ പറയാ, യോഗം വിളിച്ച് കഥയറിയാവുന്ന യദുമഹാരാജാവ് വളരെ വിനയാന്വിതനായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നു. അപ്പൊ ശിഷ്യൻ എന്താ പറയാ, ശിഷ്യൻ പക്വനാണെങ്കിൽ മാത്രമേ അവധൂതന്മാര് മറുപടി പറയാറുള്ളൂ. അപ്പൊ ഗുരുതത്വം നമ്മുടെ ഉള്ളില്, നമ്മുടെ ആ ഒരു മുക്തിക്ക് എന്താ പറയാ, നമ്മുടെ ഉള്ളിലെ മറ നീക്കി നമ്മുടെ വിവേകത്തെ ഉണർത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുതത്വം എന്ന് പറയുന്നത്, അല്ലെ? ഗുരു ശിഷ്യനെ ഉണർത്തിയാൽ പിന്നെ ശിഷ്യൻ അവന്റെ വാസനകളെല്ലാം വിട്ട് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മുക്തിക്ക് തക്കൊരു ഉപദേശം തരും ജനന മറ്റീടും എന്നറിക നാരായണായ നമഃ. എഴുത്തച്ഛൻ പറയണു, സമയമാകുമ്പോൾ ഗുരു വരും, നമുക്ക് ഉപദേശം തരും, നമുക്ക് ആ സത്യത്തെ അറിയാനും സാധിക്കും. അപ്പോ യദു മഹാരാജാവ് ദത്താത്രേയ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങള് 5 ചോദ്യങ്ങളാണ്. കാരണം ആ ഒരു ബ്രഹ്മ തേജസ്, ആ ബ്രഹ്മ തേജസ് കൊണ്ട് ജ്വലിക്കുന്ന അദ്ദേഹത്തിന് യാതൊരു ആഗ്രഹങ്ങളുമില്ല, അദ്ദേഹത്തിന് യാതൊന്നിലും അറ്റാച്ച്മെന്റ് ഇല്ല എന്നൊക്കെ മനസ്സിലായി, അല്ലെ? ആ പരമമായ ശാന്തിയെ കാണുന്ന, എന്താ പറയാ, ആ ഒരു മുഖത്തില് ആ തേജസ് കണ്ടിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ സങ്കല്പ വികല്പങ്ങൾ, ദ്വൈതം എല്ലാം അദ്ദേഹത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് മനസ്സിലായി. ആ ജീവൻ മുക്തനോട് യദുമഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങളും അദ്ദേഹം നൽകുന്ന ഉത്തരങ്ങളും, അതാണ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധം എന്ന പേരിലുള്ള മുക്തിസ്കന്ധം. അപ്പൊ പ്രകൃതിയായിരിക്കുന്ന ആ ഭഗവതി ഏതൊരു ദൃശ്യങ്ങളിലൂടെയാണ് ഒരു ജീവന് ആ ഒരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി കൊടുക്കുന്നത്, അതിനെയാണ് നമ്മൾ ഹംസഗീത അഥവാ ഉദ്ധവഗീത എന്ന് പറയുന്നത്. അപ്പൊ ദത്താത്രേയൻ ഒരു, എന്താ പറയാ, എക്സ്പീരിമെന്റലിസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അത് ആ ഒരു പ്രകൃതിയില് അതിലെ ഓരോ വസ്തുവിലും നമുക്ക് സൂക്ഷ്മമായിട്ടുള്ള പലതും കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. പ്രകൃതിയെ നിരീക്ഷിക്കുന്ന ഒരാളിന് മാത്രമേ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ, അല്ലെ? നേച്ചർ ഇസ് എ ഗ്രേറ്റ് ടീച്ചർ എന്ന് പറയാറുണ്ട്. അപ്പോ ശരിക്കും നമ്മുടെ ആത്മാവ് തന്നെയാണ് നമ്മുടെ ഗുരു. കാരണം ആ ഒരു പക്ഷെ നമ്മൾ എന്താ, ആ ഒരു 24 ഇൻഡിവിജ്വൽസിനെ, നമ്മുടെ പ്രകൃതി, ഈശ്വരൻ തന്നെ വെച്ചിരിക്കുന്ന 24 തത്വങ്ങള്, അതിലൂടെ ആ ആത്മാവായിരിക്കുന്ന പുരുഷൻ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്ന് പറയുന്ന ഈശ്വരൻ നമുക്ക് സത്യത്തെ കാണിച്ചു തരികയാണ്. അപ്പൊ സ്വരൂപത്തെ കാണിച്ചു തരുന്ന ആള് ജീവൻ മുക്തനായിരിക്കുന്ന ഗുരുവാണ്, അല്ലെ? യോഗ്യത ഉണ്ടാകുമ്പോൾ ഭഗവാൻ തന്നെ ആ വ്യക്തിക്ക് മുക്തി മാർഗത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യും. മഹാവാക്യങ്ങളിൽ രമിക്കുന്നവനും ഭിക്ഷാന്തേഹിയും ലോകത്തിലെ ശോക ദുഃഖങ്ങൾ ഒന്നും അവധൂതന്മാരെ ബാധിക്കുന്നില്ല. ദത്താത്രേയൻ ഒരു അവധൂതനായിരുന്നു, അല്ലെ? അവധൂതൻ എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കാരം തുടച്ചു മാറ്റി കളഞ്ഞവൻ. കർമ്മം കൊണ്ട് നേടിയതെല്ലാം നശിച്ചു പോകും, സ്വർഗം പോലും പുണ്യം ക്ഷയിക്കുന്ന സ്ഥലമാണ്, ഈ സത്യത്തെ അറിഞ്ഞവനാണ് അവധൂതൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന്റെ മൂലപ്പൊരുളായിരിക്കുന്ന ആ ഒരു സ്വസ്വരൂപം ഈശ്വരൻ തന്നെയാണ്, അല്ലെ? അപ്പോ ആ ഒരു നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഈ സത്യത്തെ അറിയാനുള്ള യോഗമയമായിരിക്കുന്നതാണ് ഈ ശരീരം. ത്രിപുടി, ആ ഒരു ത്രിപുടിയാണ് നമുക്ക് ആ സത്യത്തെ അറിയാനുള്ള തടസ്സമായിട്ട് നിൽക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും ആ സത്യം അറിയാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. തത് വിഷ്ണുവോ പരമം പദം എന്ന് എല്ലാവർക്കും അറിയാം. ആ നിത്യബുദ്ധ ശുദ്ധ സ്വരൂപം ഉണ്ടെന്നും അറിയാം. യാതൊന്നും ചെയ്യാതെ സന്തോഷവാനായി ഇരിക്കുന്ന ഈ ജ്ഞാനം എവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയത്, അല്ലെ? വൈശാരഥി ബുദ്ധി, ഭഗവാന്റെ കൃപയാകുന്ന പ്രകാശം. അപ്പോ അത് അവതരിക്കുമ്പോൾ അത് തന്നെയാണ് ഭഗവത് വിഭൂതിയായിട്ട് മാറുന്നത്. സത്വരജസ് തമോ ഗുണങ്ങളാകുന്ന ആ ഒരു ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്ന ജീവനെ ആ ഒരു മായയുടെ ആ ഒരു പിടിയിൽ നിന്ന് ഉണർത്തിവിടുന്നത് ഈ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. ശാരദ അല്ലെങ്കിൽ വിശാരദ ബ്രഹ്മവിദ്യാ സ്വരൂപിണി. ഇപ്പൊ ഗീത എന്ന് പറഞ്ഞാൽ എന്താ? ദദാമി ബുദ്ധിയോ ഗന്ധം. ഗീത നമുക്ക് തരുന്നത് എന്താ? അറിയേണ്ടതിനെ അറിഞ്ഞാല് ജ്ഞാനികള് കുട്ടികളെ പോലെ നിഷ്കളങ്കരായിട്ട് നടക്കും, അല്ലെ? ബലമുള്ളവൻ ബാലൻ എന്ന് പറയാറുണ്ട്. ലോകം കാക്ഷിക്കുന്നത് എന്താ? ധർമ്മം, അർത്ഥം, കാമം മാത്രമാണ്. കിണഞ്ഞ് പരിശ്രമിച്ചുണ്ടാക്കുന്ന ആ യശസ്, ആയുസ്, ധനം ഒരിക്കലും നമുക്ക് മടുക്കുന്നില്ല. അപ്പൊ എന്താ പറയാ, ഈ യദു മഹാരാജാവ് തന്റെ എന്താ പറയാ, അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് അങ്ങയുടെ ഈ സന്തോഷത്തിന്റെ രഹസ്യം, അതെനിക്ക് പറഞ്ഞു തരൂ. അദ്ദേഹം അവധൂതനാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും അങ്ങേക്ക് പറഞ്ഞു തരാം. അങ്ങ് ഇത് എന്താ പറയാ, ആത്മാർത്ഥതയോട് ചോദിക്കുന്ന ചോദ്യമാണെന്ന് ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി.
24 ഗുരുക്കന്മാരെ ഞാൻ ഈ പ്രകൃതിയിൽ കണ്ടു. 25ാമത്തെ ഗുരു എന്റെ ഈ ശരീരം തന്നെയാണ്. ഇതിൽ നിന്ന് പലതും പഠിച്ചിട്ടാണ് ഞാൻ അവധൂതനായിട്ട് നടക്കുന്നത്. അങ്ങനെ ആ ഒരു എന്താ പറയാ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയാണ്. ഇന്ന് നമ്മൾ എന്താ പറയാ പഞ്ചവിംശതി ഗുരുക്കന്മാർ. ജീവന് കടപ്പാടെന്താ? പ്രഥമ ഗുരുവായിട്ട് നമ്മള് എന്താ പറയാ വിളക്ക് കൊളുത്തിയ ആള്, ഒരു സാധാരണക്കാരനെ അല്ലെ ആ ഒരു ഈശ്വരനിലേക്ക് ഉയർത്തുന്ന ആള്, അതാണ് നമുക്ക് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വിളക്കിൽ നിന്ന് വേറൊരു വിളക്ക് കത്തിക്കാൻ സാധിക്കും, ഒരു തിരിയിൽ നിന്ന് വേറൊരു തിരി. അതുപോലെയാണ് ഗുരുക്കന്മാര് നമുക്ക് ആ ഒരു പകർന്നു തരുന്ന ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ആദ്യമായിട്ട് പ്രകൃതിയിലെ 24 ഗുരുക്കന്മാരിൽ ആദ്യത്തെ ഗുരു ആരാണെന്ന് ദത്താത്രേയ മഹർഷി പറയാണ്, എനിക്ക് എർത്ത്, അതായത് ഈ ഭൂമി തന്നെയാണ് എന്റെ ആദ്യത്തെ ഗുരു. കാരണം ഞാൻ പലതും പഠിച്ചത് നമ്മളെ എല്ലാം സഹിച്ചുകൊണ്ട് അന്യർക്ക് ഗുണം ചെയ്യാൻ ഈ ഭൂമി എന്നെ പഠിപ്പിച്ചു. കാരണം എന്താ? കാരണം ആ ഒരു മനഃശാന്തി സുസ്ഥിരമാകണമെങ്കിൽ എന്ത് വേണം? ഒരു സമാധി അവസ്ഥയിൽ, അതായത് യോഗസ്ഥിതി ഭദ്രമാക്കണം. ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും അല്ലെ. ആദ്യത്തെ 5 പേരെ പറയുന്ന ദത്താത്രേയൻ പറയുന്നത് പഞ്ചഭൂതങ്ങളെയാണ്. അതിൽ ആദ്യമായി പറയുന്ന ആരാണ്? ഭൂമി. ആ ഭൂമി നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? ഇന്ദ്രിയ നിഗ്രഹം. അപ്പൊ സാധനാ സമ്പത്തി ചതുഷ്ടയം വേണം. വേദാന്ത ശ്രവണം ചെയ്താൽ തിദിക്ഷ, ദുഃഖങ്ങളെ സഹിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മറ്റെല്ലാം വന്നു ചേരും. ഒരു പ്രതികാര ബുദ്ധി ഇല്ലാത്ത സഹനം. അപ്പോ ആ ഒരു അപ്രതീകാരപൂർവകം കാര്യം കഴിഞ്ഞിട്ടും അതിനെ ഓർത്ത് വിലപിക്കുന്നു. അതായത് എനിക്ക് ഇങ്ങനെ വന്നുവല്ലോ. അപ്പൊ എന്താ? ഇത് ഞാൻ ഭൂമിയിൽ നിന്ന് പഠിച്ചു. ഭൂമിയെ എത്രയാണ് നമ്മൾ ആക്രമിക്കുന്നത്? അപ്പൊ ക്ഷമ എന്ന് പറയുന്നത് പൃഥ്വിയുടെ രൂപമാണ്. അപ്പൊ വിരോധമില്ലാതെ, അതായത് രാമന്റെ വേറൊരു പേരാണ് ക്ഷമ അല്ലെ. യോഗിയുടെ ലക്ഷണമാണത്. ആ ക്ഷമിക്കുന്നതാണ് എന്താ പറയാ ഏറ്റവും ഉയർന്ന ഗുണം എന്ന് പറയുന്നത്. വെറുപ്പും വിദ്വേഷവും ദ്വേഷമുള്ളവർക്കാണ് ദോഷം ഉണ്ടാവുക. കാരണം ഏകനാഥസ്വാമിയുടെ കഥ നമുക്കറിയാം. കാരണം പ്രാരബ്ധം ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് വന്നു ചേരുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയെ എന്താ പറയുന്നത്? ക്ഷമയാ ധരിത്രി. കാരണം നമുക്ക് ക്ഷമയെ പഠിപ്പിക്കുന്ന, നമുക്ക് എന്താ പറയാ നമുക്ക് കാണപ്പെടുന്ന ഒരു ഉദാഹരണമാണ് എന്താ പറയാ ഈ ഭൂമി എന്ന് പറയുന്നത്. സുനാമി വന്നാലോ മല ഇടിഞ്ഞാലോ നമ്മൾ ആരോടാണ് പക തീർക്കുന്നത്? ഇപ്പൊ കൃഷ്ണനും ശിശുപാലനും ഒരുപോലെ എനർജി വേസ്റ്റ് ആണ് അല്ലെ. യോഗത്തിന് തടസ്സമാണ്. ഞാനെന്ന അഹങ്കാരം വളർന്നുകൊണ്ടേയിരിക്കും. ഭൂമി ദേവി എന്ന് പറഞ്ഞാൽ എന്താ? നിധിയാണ്. ഭൂമിയെ പോലെ അജലയായിട്ടിരിക്കുക. ജീവിതത്തിൽ പലരും നമ്മളെ എറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പ്രതികരിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ശാന്തി നഷ്ടപ്പെടും അല്ലെ. വിദ്വാൻ ഭൂമിയെ ഗുരുവായിട്ട് സ്വീകരിക്കുക. ഭൂമിയെ പാർട്ടീഷൻ ചെയ്യുന്നു. ഭൂമി ദേവി വിഷ്ണുവിന്റെയാണ് അല്ലെ. നമുക്ക് യാതൊന്നിനും അധികാരമില്ല. ഭൂമി അഖണ്ഡമാണ്. അതുപോലെ യോഗിക്കും എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടായാലും അത് ബാധിക്കുന്നില്ല. പർവ്വതങ്ങൾ, വൃക്ഷങ്ങൾ ഇവ ഭൂമിയുടെ ഭാഗങ്ങളാണ്. ആ ഒരു പർവ്വതങ്ങൾ ചലിക്കുന്നില്ല. അതുപോലെ ഭഗവത് ധ്യാനം അചലമായിരിക്കണം. യോഗികളുടെ ശരീരവും ജ്ഞാനവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പരോപകാരാർത്ഥം ഇതം ശരീരം. ഇപ്പൊ പ്രകൃതിയാണ് ശരീരം. കാരണം തിരിച്ച് പ്രകൃതിക്കാണ് കൊടുക്കേണ്ടത്. വൃക്ഷങ്ങൾ, ഉദാഹരണം വാഴ. നമ്മളെല്ലാം വാഴയുടെ എല്ലാ ഭാഗവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഉള്ളതെല്ലാം ലോകത്തിന് കൊടുക്കുന്ന ഗന്ധവതി ഭൂമി. അപ്പൊ ഭൂമിയുടെ തത്വം എന്താണെന്ന് ചോദിച്ചാല് ഗന്ധമാണ് അല്ലെ. അപ്പൊ ദത്താത്രേയൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോ എന്താ പറയാ ആ ഒരു ആശ്രമത്തിലെത്തി രാജാവിനെ നമസ്കരിച്ച കൊച്ചുകുട്ടിയായിരുന്നപ്പോ രാജാവ് ഒരു ദിവസം ആശ്രമത്തിലെത്തി രാജാവിനെ നമസ്കരിച്ച് ദത്താത്രേയന്റെ മുഖത്തെ ആ ഒരു സന്തോഷം കണ്ടിട്ടാണ് അദ്ദേഹം തനിക്ക് ഇതെല്ലാം പറഞ്ഞു തരൂ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഈ ഒരു തത്വം അറിഞ്ഞ യോഗിക്ക് എപ്പോഴും സന്തോഷമായിരിക്കും അല്ലെ. അപ്പൊ ഭൂമി ദേവിയാണ്, പഞ്ചഭൂതങ്ങളിലെ ഭൂമിയാണ് എന്റെ ആദ്യത്തെ ഗുരു. സർവ്വതിനെയും ഉൽപ്പത്തിക്ക് നിദാനമായിട്ട് നിലനിർത്തുന്നത് അല്ലെ. തിരിച്ച് ലയിക്കത്തക്ക ആശ്രയ സ്ഥാനമാണ് ഭൂമി ദേവി. അപ്പൊ അതിനെ എത്ര പേർ വന്ദിക്കുന്നുണ്ട്? ഇല്ലാന്ന് മാത്രമല്ല, അതിനെ നമ്മൾ വെട്ടുന്നു, കീറുന്നു, മുറിക്കുന്നു. എത്രത്തോളം മലീമസമാക്കാമോ അത്രത്തോളം വൃത്തികേടാക്കാൻ നമ്മള് ശ്രമിക്കുകയാണ് മനുഷ്യര്. സർവം സഹയായ ഭൂമി എന്താ ചെയ്യുന്നത്? എല്ലാം സഹിച്ച് നമുക്ക് വേണ്ടതെല്ലാം, അതായത് നമ്മുടെ ശരീരത്തെ നിലനിർത്താനുള്ള ധാന്യങ്ങള്, പഴങ്ങള്, പച്ചക്കറികൾ എല്ലാം തന്ന് അനുഗ്രഹിക്കുന്നു.
അപ്പൊ ഭൂമിയുടെ ഭാവം എന്താണ്? ടോളറൻസ്, എല്ലാം സഹിക്കുക, എല്ലാം സ്വീകരിച്ച് ആ ഒരു നന്മ മാത്രം എടുത്ത് ആ ഒരു തത്വം എന്താ പറയാ നല്ലതെടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും എന്ത് മോശം സാധനങ്ങൾ ഭൂമിയിൽ നിക്ഷേപിച്ചാലും അത് വളമായിട്ട് തീർന്ന് അവിടെ നിന്ന് നന്മയായിരിക്കുന്ന ആ ഒരു മനുഷ്യനെ നിലനിർത്തുന്ന വസ്തുക്കളെല്ലാം, അതായത് പഴം പച്ചക്കറികളെല്ലാം നമുക്ക് തന്ന് നമ്മളെ അനുഗ്രഹിക്കണു. ഈ തത്വമാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് പഠിക്കേണ്ടത്, ഭൂമി ദേവിയിൽ നിന്ന്. മറ്റുള്ളവർക്ക് വേദനിക്കുമ്പോ നമ്മളെ വേദനിക്കുമ്പോ അത് അവരുടെ സ്വഭാവമായി കണ്ട് നമ്മുടെ ആ നന്മയെ പുറത്തെടുത്ത് ലോക നന്മയ്ക്കായിട്ട് നമ്മൾ ജീവിക്കണം. അപ്പൊ ഫസ്റ്റ് ഗുരു ആരാണ്? ആ ഭൂമി തന്നെയാണെന്ന് പറയണം. ഇപ്പൊ രണ്ടാമത്തെ ഗുരു പറയുന്നത് വായുവാണ്. അപ്പൊ വായുവിനെയാണ് രണ്ടാമത്തെ ഗുരുവായിട്ട് ദത്താത്രേയ മഹർഷി പറയുന്നത്. വായുവെയാണ് പ്രാണൻ. പ്രാണൻ ആഹാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. 5 പ്രാണന്മാരുണ്ട്. ആ പ്രാണന്മാരാണ് എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിന്റെ സൂക്ഷ്മ തലത്തെയാണ് നമ്മൾ പ്രാണൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രാണൻ സ്ഥൂലം പ്രാണൻ എന്ന് പറയുന്നത് സൂക്ഷ്മം, സ്ഥൂലം എന്ന് പറയുന്ന മനസ്സാണ്. അപ്പം ആ ഒരു മുനി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാണവൃത്തിക്ക് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളാണ്, അല്ലെ? ഇന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം വായുവിനെ ആശ്രയിച്ചു നിൽക്കുന്നു. രുചി നോക്കാതെ, ഇന്ദ്രിയത്തിന് പ്രാധാന്യം കൊടുക്കാതെ കഴിക്കണം. വായു എന്ന് പറഞ്ഞാൽ വ്യാപനശീലമുള്ളതാണ്. ദുർഗന്ധമുള്ളിടത്തും സുഗന്ധമുള്ളിടത്തും ഒരുപോലെ വീശുന്നതാണ് വായു, അല്ലെ? പക്ഷെ ഒന്നും അതിൽ പറ്റിപ്പിടിക്കുന്നില്ല. അങ്ങനെ ഒരു യോഗി ധാരാളം ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, എങ്കിലും ഒരിടത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല. ഞാൻ എൻ്റെ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ആ വിചാരമില്ല. കണ്ണാടി പോലെ ഉള്ളിൽ എന്തൊക്കെ ഇംപ്രഷൻസ് ഉണ്ടോ ആ ഒരു എന്താ പറയാ ആ പ്രതിഫലിക്കുന്നത്, വെളിയിൽ എന്ത് കാണുന്നോ അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഒരു യോഗിയുടെ മനസ്സ്. അകത്തേക്ക് ഒന്നും എടുക്കുന്നില്ല. യോഗിയുടെ ഉള്ളില് ആത്മജ്ഞാനമാകുന്ന സൂര്യൻ പ്രകാശിക്കുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു നിഴലുകൾക്കും അവിടെ നിലനിൽപ്പില്ല. വായുവിന് ഒരു സ്പർശവും ഇല്ലാത്തതാണ്. മണം ചാണകത്തിനാണെങ്കിലും ദുർഗന്ധം എന്ന് പറയുന്നത് അതിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. സ്വരൂപം ശരീര സംബന്ധമല്ലാതെ നിൽക്കുന്നു. ശരീരം എന്താണ്? ശരിക്കും പറഞ്ഞാല് പെണ്ണാകാം, ആണാകാം, കള്ളനാകാം, പക്ഷെ ബോധത്തിന് ഒരു സ്പർശവുമില്ല. സ്ഫടികം പോലെ ശരീരത്തിന്റെ ഗുണദോഷങ്ങൾ ഇതിനെ ബാധിക്കുന്നില്ല. ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ദ്വേഷം ഉണ്ടാകാതിരിക്കുള്ളൂ, അല്ലെ? വികല്പങ്ങൾ നിർത്തി ആ ഒരു സങ്കല്പ വികല്പങ്ങളെല്ലാം മനസ്സിന്റെ ഭാവങ്ങളാണ്. ഇത് നമ്മുടെ ആ മോക്ഷത്തിന് തടസ്സമായി നിൽക്കുന്നതാണ്. അപ്പോ നമ്മൾ പ്രകർഷേണ ആഹ്ലാദമുള്ളവൻ, അല്ലെ? പ്രഹ്ലാദൻ ആവണമെങ്കിൽ എന്ത് വേണം? മനസ്സിന്റെ ഈ 2 തലങ്ങളും കടന്നു പോണം. അപ്പോ ഞാൻ എന്ന വാദം മാറ്റി ഗോവിന്ദനാണ് ചെയ്യുന്നത്, ദേവിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് വായുവിൽ നിന്ന് പഠിക്കുക. എന്താ വായുവിൽ നിന്ന് പഠിക്കേണ്ട സത്യം? നിസ്സംഗനാകുക. കാരണം എല്ലാവരിലും ഒരുപോലെ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അപ്പൊ ഇങ്ങനെ ഓരോ തലങ്ങളും നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോ വായു എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും പറഞ്ഞാല് നമുക്കൊരു വലിയ തത്വത്തെയാണ് കാണിച്ചു തരുന്നത്, ഇല്ലേ? അപ്പോ ആ ഒരു പ്രപഞ്ചത്തിൽ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഏകമായിരിക്കുന്ന വസ്തു, ഇല്ലേ? അപ്പോ നമ്മുടെ ആ സത്സംഗം കൊണ്ട് നമുക്ക് സത്വമായിട്ടുള്ള സംഘം കൊണ്ട് നമുക്ക് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. രണ്ടാമതായിട്ട് ആ വായുവിന്റെ മഹത്വം, വായുവാണ് തന്റെ രണ്ടാമത്തെ ഗുരു എന്ന് ദത്താത്രേയൻ യദുമഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് ആകാശമാണ്. ആകാശം അല്ലെങ്കിൽ സ്പേസ്. അപ്പോൾ ആകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും സട്ടിലസ്റ്റ് എലിമെന്റ് ആണ് ആകാശം, അല്ലെ? അതുകൊണ്ട് അത് വ്യാപിച്ചു കിടക്കുന്നു. സ്പേസ് സർവത്ര വ്യാപിയാണ്, ആത്മാവ് പോലെ. ആകാശം ആ ഒരു നിർവികൽപ്പമാണ്, നിർമ്മലമാണ്, നിസ്സീമമാണ്, നിസ്പന്ദനമാണ്, നിർവികാരമാണ്, അല്ലെ? അകം പുറം എന്നൊന്നിൽ ശരിക്കും എല്ലാത്തിലും സ്പേസ് ഉണ്ട്. അപ്പോ എവറിത്തിങ് ഡിസപ്പിയേഴ്സ് ഇൻ സ്പേസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ആകാശം ബ്രഹ്മം തന്നെയാണ്. അപ്പൊ സ്ഥിരവും അചലവുമായ എല്ലാത്തിലും മുറിച്ച് കളയാൻ പറ്റാതെ നിൽക്കുന്നത് ആകാശമാണ്. അപ്പൊ തേജസ്, അപ്പ്, അഗ്നി, ഭൂമി എല്ലാം തന്നെ ആകാശത്തിലാണ് നിലനിൽക്കുന്നത്. ആത്മാവ് ആകാശത്തിൽ നിന്നാണ് ഉണ്ടായത് എന്ന് വേദം പറയുന്നു. ചിദാകാശം എന്റെ സ്വരൂപം എന്ന് യോഗി.
ഇപ്പൊ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, വായു ഇവയൊക്കെ ആകാശത്തിലാണെങ്കിലും അതുമായി യാതൊരു സ്പർശവുമില്ല. ഇതുപോലെ തന്നെയാണ് ആ ഒരു ശരീരം ആകാശമാണ് ആണെങ്കിലും ഇതിനുള്ളിലെ വ്യാധി, കോപം, ദുഃഖം, മരണം എല്ലാം ഉണ്ടെങ്കിലും ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല. സ്ക്രീനിൽ നമ്മൾ സിനിമ കാണുന്ന പോലെ ഖം എന്ന് പറഞ്ഞാൽ ആകാശമാണ്. ശരീരത്തിലിരുന്ന് ജീവൻ മുക്തി അനുഭവിക്കണമെങ്കിൽ ഈ യോഗം നമ്മൾ അനുഭവിക്കണം. അപ്പോ ആ ആത്മതത്വ നിഷ്ഠയാണിത്. ശരീരം ജനിക്കുകയോ മരിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ ശരീരത്തിൽ ഇരിക്കുന്ന ശരീരി എന്ന് പറയുന്നത് എന്താ പറയാ, ആത്മാവാണ്. എല്ലാം ഈ സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോ ആകാശം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സ്പേസ് അല്ലെ. അപ്പൊ സൂര്യ, ചന്ദ്ര, നക്ഷത്രങ്ങള് എല്ലാം എല്ലാറ്റിനെയും ഉൾക്കൊണ്ട് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ എല്ലാ നാനാ തത്വങ്ങളും ഒരേ ആകാശത്തിൽ നിലനിൽക്കുന്നു. ഒന്നും പരസ്പരം ബാധിക്കാതെ കാണുന്നതും കാണപ്പെടാത്തതിനും എല്ലാത്തിനും നിശ്ചിത സ്ഥലങ്ങളുണ്ട്. പക്ഷേ തന്റെ ആ ഒരു അചഞ്ചലത കൊണ്ട് ഒരു വിധേനയും പരസ്പരം സ്പർശിക്കുന്നില്ല. അപ്പൊ ആ ഭഗവാന്റെ ശക്തി തന്നെയാണ്, അതായത് ഏറ്റവും ഉയർന്ന ബോധം, അത് തന്നെയാണ് ആകാശ തത്വം എന്ന് പറയുന്നത്. അപ്പോ ആകാശമാകുന്ന മൂന്നാമത്തെ ഗുരു ഇല്ലേ, പ്രകൃതി തന്നെയാ. പ്രകൃതിയിൽ തന്നെ പല വസ്തുക്കളാണ്. ഇനി നാലാമത്തെ ഗുരു എന്താണ്? നാലാമത്തെ ഗുരു ജലമാണ് അല്ലെ, ജലം. അപ്പോ വെള്ളത്തിന്റെ രുചി മാധുര്യാണ് അല്ലെ. ദാഹമാണ് മാധുര്യം ഉണ്ടാക്കുന്നത്. വെള്ളത്തിന്റെ അംശം എന്ന എല്ലാത്തിനും ആധാരം വെള്ളമാണ് എല്ലാത്തിനും ആധാരം. ഗംഗാജലം തെളിച്ചാൽ അത് തീർത്ഥം. അതുപോലെ മുനിമാർ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം തീർത്ഥങ്ങളാണ്, അവരെ പരിശുദ്ധരാക്കുന്നു അല്ലെ. മുനിമാര് കുളിക്കുന്നിടങ്ങളെല്ലാം തന്നെ എന്താണ്? തീർത്ഥമാണ്. ഇപ്പൊ ജലം എന്ന് പറഞ്ഞാല് ഏറ്റവും ശുദ്ധമായിരിക്കുന്ന പ്രാണശക്തി കൊടുക്കുന്നതാണ് ജലം. എന്തിനെ തൊടുന്നു അത് എല്ലാം ശുദ്ധമാക്കുന്നു. അപ്പോ ആരൊക്കെ കുളിക്കുന്നു അവർക്കെല്ലാം പ്രാണൻ കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഗംഗ ഇത് തന്നെയാണ്. ജ്ഞാനമാകുന്ന ആ ഒരു ബോധം ഉണ്ടാകുമ്പോൾ മതിൽക്കെട്ടുകളെ എല്ലാം തകർത്തുകൊണ്ടത് ഒഴുകുന്നു. മനസ്സിനെ ശുദ്ധമാക്കുന്നത് എന്താ? അറിവ് മാത്രമാണ്. ഇതിനെയാണ് നമ്മൾ ഗംഗാ പ്രവാഹം എന്ന് പറയുന്നത്. ജലം കെട്ടിക്കിടക്കുമ്പോൾ മലിനമാകണു. അതുപോലെ കഴിഞ്ഞ ഗതകാല സംഭവങ്ങളെ മനസ്സിനെ അശുദ്ധമാക്കണു. അത് ജീവിതത്തിൽ മുന്നോട്ടുള്ള ഗതിയെ തടയണു. ദേവി ഇല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ചുള്ള ആ ജ്ഞാനപ്രവാഹം ഷഡ്വൈരികളെ തുടച്ചു നീക്കി മനസ്സിന് സദാ പരിശുദ്ധമാക്കി വെക്കുന്നു. ഈ ശുദ്ധ മനസ്സിന് മാത്രമേ ആ ദേവിയുടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അപ്പോ ആ ഒരു അഞ്ചാമത്തെ ഗുരു പ്രകൃതിയിൽ എന്താണ്? അഗ്നി അല്ലെ, ഫയർ. അഗ്നി ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന വസ്തുവാണ് അഗ്നി. അത് വേഗം എന്താ പറയാ, അതുപോലെ വേണം തപസ് കൊണ്ട് ജ്വലിക്കുന്ന മുനിമാരുടെ അടുത്ത് സാമാന്യ ബുദ്ധികൾക്ക്, അതായത് സാമാന്യം ആളുകൾക്ക് പോവാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. കാരണം അഗ്നിക്ക് അശുദ്ധിയില്ല. അപ്പൊ അതിൽ എന്തിട്ടാലും അത് ചാരമാകും. ദുർജനങ്ങളുടെ അടുത്ത് ചെന്നാലും അവരുടെ ദോഷങ്ങളൊക്കെ തന്നെ എന്താ തന്നിൽ ലയിപ്പിച്ച് അവരെ മുക്തരാക്കുന്നവരാണ് യോഗികൾ. അപ്പൊ അഗ്നി വിറകിൽ ഒളിഞ്ഞിരിക്കുന്ന പോലെ യോഗിയിൽ ജ്ഞാനം ഒളിഞ്ഞിരിക്കണു അല്ലെ. അത് ആവശ്യത്തിന് മാത്രം അവര് പുറത്തെടുക്കണു, എല്ലാറ്റിനെയും ശുദ്ധമാക്കുന്നു. അപ്പൊ അഗ്നി എല്ലാറ്റിനെയും ഭസ്മീകരിക്കാനുള്ള ശക്തിയുള്ളതാണ്, ജ്വാലയാക്കി തീർക്കുകയാണ്. അപ്പൊ ഇത് എന്താ പറയാ, എല്ലാത്തിന്റെയും അത് ഉണങ്ങിയതിന്റെയും അല്ലാത്തതിന്റെയും എല്ലാം, നല്ലതും മോശപ്പെട്ട വസ്തുക്കളില് എല്ലാം തന്നെ അതിന്റെ ഉള്ളില് ജ്വാലയായിട്ടുണ്ട്. ആ ഒരു ചൂടും വെളിച്ചവും. അപ്പോൾ അത് വെളിയിൽ പുറത്തേക്ക് ആവശ്യം വരുമ്പോൾ മാത്രമാണ് അത് പ്രകടമാകുന്നത് അല്ലെ. ഇപ്പൊ മറ്റുള്ളവർക്ക് വഴികാട്ടി ആയി കൊടുക്കുന്ന യോഗിമാര് ഈ ജ്ഞാനാഗ്നി സദാ തന്നിൽ തന്നെ ജ്വലിപ്പിച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം അതിന് പുറത്തേക്ക് എടുത്തിട്ട് ആ ഒരു ക്ഷുദ്ര ചിന്തകളെ എല്ലാം ഭസ്മീകരിച്ചുകൊണ്ട് ബുദ്ധിയെ ഉയർത്തി ജ്ഞാനമാർഗത്തിലൂടെ മോക്ഷത്തിൽ എത്തിക്കുന്ന ഗുരുതത്വമാണ് അഗ്നി. ആ ഇരുട്ടില് ദ്വൈതമായിരിക്കുന്ന എല്ലാം തന്നെ അല്ലെ. നമ്മൾ പാമ്പിനെ കയറായിട്ട് കാണുന്നു. അപ്പോ വെളിച്ചത്തിൽ എന്താണ്? അത് പാമ്പല്ല, വെറും കയറാണെന്ന് മനസ്സിലാക്കി. അതുപോലെ ആ അദ്വൈതത്തിൽ ദ്വൈത ഭാവത്തിൽ നിന്ന് നമ്മളെ അദ്വൈത ഭാവത്തിൽ ഉറപ്പിക്കണം. തെറ്റായ ചിന്തകള്, വാസനകള് അത് മുകളിലേക്ക് ഉയരാൻ സമ്മതിക്കുന്ന പാശങ്ങള് എല്ലാം ഹൃദയാഗ്നിയിൽ ഹോമിക്കുമ്പോൾ ചിതഗ്നി കൊണ്ട് സംഭൂതയായിരിക്കുന്ന ദേവി അവിടെ ആവിർഭവിക്കുന്നു. അപ്പോ പഞ്ചഭൂതങ്ങളായിരിക്കുന്ന 5 കാര്യങ്ങൾ കഴിഞ്ഞു.
അപ്പോ അടുത്തത് എന്താണ്? ചന്ദ്രൻ അല്ലേ? ആ ചന്ദ്രനാണ് ആറാമത്തെ ഗുരു എന്ന് പറയുന്നത്. പ്രപഞ്ചത്തില് അമാവാസി ദിവസം ചന്ദ്രനില്ല. പിറ്റേ ദിവസം മുതൽ ഓരോ കലകളായിട്ട് വളർന്ന 15ാമത്തെ ദിവസത്തിൽ പൂർണ്ണമാകുന്നു. അത് കഴിഞ്ഞെന്താ? വീണ്ടും തേയാൻ തുടങ്ങുന്നു. അമാവാസിയിൽ ഇല്ലാതാകുന്നു. യഥാർത്ഥത്തില് ചന്ദ്രന് മാറ്റമില്ല. അറിവില്ലാത്തവർ ചന്ദ്രൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് തന്നെയാണ് മനുഷ്യന്റെ കഥ. എന്താണ്? ഗർഭത്തിൽ തുടങ്ങി ആ ഒരു തിരിച്ച് ആ ഒരു പ്രസവത്തിലൂടെ, അതായത് വിസർഗത്തിലൂടെ ആദ്യം പുറത്തു വരുന്നു, വീണ്ടും ശ്മശാനം, അവിടെ അന്ത്യം നടക്കുന്നു. ഈ യാത്രയാണ് ജീവിതം. ഇപ്പൊ പൂർവകർമ്മം തീരാത്ത ജീവൻ വീണ്ടും ഗർഭത്തിൽ വരുന്നു. ഒരു മാറ്റവുമില്ല അല്ലെ? കലകൾക്കാണ് മാറ്റം വരുന്നത്. ഇതുപോലെ ശരീരം മാറുന്നു, ആത്മാവിന് മാറ്റമില്ല. ജനിക്കുമ്പോൾ തന്നെ മരണം കൂടെയുണ്ട്. മരണത്തിന്റെ വേറൊരു പേരാണ് ശരീരം എന്ന് പറയുന്നത്. ശരീരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. ആഹാരം ഉള്ളിൽ പോയി മൂന്നായി പിരിയുന്നു: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. അപ്പോൾ എന്താ പറയാ, സൂക്ഷ്മം മനസ്സാകും, കുറച്ച് മാംസമായിട്ട് മാറും. അപ്പോൾ ഞാൻ എന്ന ആ ഒരു അനുഭവത്തിന് മാറ്റമൊന്നുമില്ല. നമ്മുടെ അനുഭവത്തിൽ ജനനം, മരണം, വ്യാധി ഒന്നുമില്ല. മനസ്സിലാണുള്ളത്. സ്വരൂപത്തിന് മാറ്റമില്ല. ഇത് ശ്രദ്ധയുള്ളവന് മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രകൃതി ഞാനല്ല, സാക്ഷിയായിട്ട് നിൽക്കുന്ന അഹമാണ്. ഈ തത്വമാണ് നമ്മൾ ചന്ദ്രനിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പൊ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ? വൃത്തിക്ഷയങ്ങൾ സംഭവിക്കുന്നത് നമ്മളെ കാലം എന്നുള്ള ഒരു മഹാപ്രവാഹത്തിലൂടെയാണ്. അപ്പൊ രാവും പകലും, ഇരുട്ടും വെളിച്ചവും, ആ ഒരു ഇല്ലായ്മയും, ശരീരം ഉള്ളപ്പോഴും ഇല്ലപ്പോഴും എന്താണ്? ഇതെല്ലാം അറിയുന്ന ഒരു ആത്മാവ്. അത് ഉണ്മയാണ്. അതിനെ മറയ്ക്കുന്നില്ല. ഒന്നും പെർമനന്റ് അല്ല, മാറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ? നമ്മൾ എല്ലാവരും തന്നെ ആ ഒരു പാസിംഗ് സ്റ്റേജിലാണ്. എല്ലാ ഫേസസും. അതായത് ഞാൻ അറിയണു, മാറ്റങ്ങളെ ഞാൻ അറിയുന്നു. ഈ ഞാൻ ആരാണ്? എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അടുത്തത് എന്താണ്? അടുത്തത് സൂര്യൻ. പ്രപഞ്ചത്തിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രാണന്റെ കാരണമായിരിക്കുന്നത് സൂര്യനാണ് ഇല്ലേ? സൂര്യൻ രാവിലെ ഉദിക്കുന്നുണ്ട് ഇല്ലേ? ഒരിക്കലും സമയം തെറ്റുന്നേ ഇല്ല. കറക്റ്റ് സമയത്തിനാണ് സൂര്യൻ ഉദിക്കുന്നത്. എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നു. അപ്പൊ ഒരുപോലെ പ്രവർത്തിക്കുന്നു. ആരെന്ത് പറഞ്ഞാലും എന്താ പറയാ, ഒന്നിനും മാറ്റം വരുന്നില്ല. സമുദ്രത്തിൽ നിന്ന് ജലമെടുത്ത് ആവിയാക്കി മഴയാക്കി വർഷിക്കുന്നു അല്ലെ? 10 കുടത്തില് ആ ഒരു പല നിറമുള്ള കുടത്തില് വെള്ളം വെച്ചാലും അത് എന്താ പറയാ, അതാത് നിറത്തിൽ അത് പ്രതിബിംബിക്കുന്നു. അതായത് കുടത്തിന്റെ നിറം ആണ് പ്രതിബിംബമായിട്ട് തരുന്നത്. സൂര്യന് എന്താ പറയാ, ഒറ്റ നിറമേ ഉള്ളൂ ഇല്ല, ഏകമായിരിക്കുന്നു. ഒരേ വസ്തു പലതായിട്ട് കാണുന്നു. അതുപോലെ ഒരേ സത്യം പല ശരീരങ്ങളില് ആണായിട്ട്, പെണ്ണായിട്ട്, ധനികനായിട്ട്, കറുപ്പായിട്ട്, വെളുത്തതായിട്ട് എല്ലാം പ്രതിബിംബിക്കുന്നു. കുടം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരം തന്നെയാണ്. ഈ കുടം ഉടഞ്ഞാൽ അതിന് പുറകിലുള്ള നിത്യവസ്തു, അതായത് ആ ഒരു നിത്യശുദ്ധ മുക്ത സ്വരൂപമായിരിക്കുന്ന സ്വരൂപമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ആ ത്രിപുടി നീങ്ങി തത്വം തെളിഞ്ഞാൽ മാത്രമേ മുക്തി ഉണ്ടാവുകയുള്ളൂ. മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം എന്ന തത്വം നമ്മൾ സൂര്യനിൽ നിന്ന് പഠിക്കണം. അപ്പൊ സൂര്യൻ നമുക്ക് വളരെ ഉയർന്ന ഒരു തത്വത്തെയാണ് കാണിച്ചു തരുന്നത് അല്ലെ? കാരണം പ്രപഞ്ചത്തിന്റെ എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്ന ആ ഒരു എന്താ പറയാ, നല്ലതിലും മോശത്തിലും എല്ലാം ഒരുപോലെ തന്റെ പ്രകാശം വർഷിക്കുന്ന ആ ഒരു അറിവ് എവിടെ നിന്നാലും കിട്ടിയാൽ സ്വീകരിക്കാം. അറിവാണ് നമുക്ക് വേണ്ടത്, പ്രാക്ടിക്കൽ വിസ്ഡം. ആ അറിഞ്ഞ സത്യം, അതായത് ജാതി മത പണ്ഡിത ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും എത്തിക്കുക. ഈ ഒരു സന്ദേശമാണ് സൂര്യൻ നമുക്ക് തരുന്നത്. അടുത്തതായിട്ട് 8ാമത്തേത് എന്താണ്? പ്രാവ്, അതായത് പിജിൻ. അപ്പൊ പ്രാവ് ദമ്പതികള് അല്ലെ, വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു വേടന്റെ വലയിൽ ഒരു പെൺപക്ഷി വീണു. അതിന് രക്ഷയ്ക്കായി എത്തിയ ഇണപക്ഷിയും കുഞ്ഞുങ്ങളും എല്ലാം തന്നെ വേടന്റെ ഇരയായിട്ട് തീർന്നു. ഒരു പോസിറ്റീവ് റിയാക്ഷൻ പോലും എന്താ പറയാ, ആ ഒരു അറ്റാച്ച്മെന്റിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ റിയാക്ഷൻസ് എല്ലാം തന്നെ എന്താണ്? നമുക്ക് നിർമ്മമമായിട്ടിരിക്കണമെങ്കിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കണം. അപ്പോൾ ഒരു ഇണപ്പക്ഷി തന്റെ അമ്മ വെളിയിൽ പോയി തിരിച്ചു വന്നു, തന്റെ കുഞ്ഞുങ്ങള് വേടന്റെ വലയിൽ വീണത് കണ്ട് അമ്മ എന്ത് ചെയ്തു? അതിൽ ചാടി മക്കളെ രക്ഷിക്കാനായിട്ട് ആത്മാഹൂതി ചെയ്തു. ഇത് കണ്ട അച്ഛനും അതിനകത്ത് വീഴുകയാണ് ഇല്ലേ? അപ്പോ നമ്മുടെ അറ്റാച്ച്മെന്റ് എന്താ? അത് നമ്മുടെ ശരീരത്തെ തന്നെ ഇല്ലാതാക്കുന്നു.
അപ്പോൾ അടുത്ത ഒരു വ്യക്തി മരിക്കുന്നു എന്ന് വെച്ച് നമ്മുടെ ലക്ഷ്യം ഒന്നും എന്താ പറയാ ആ ഒരു മറ്റംഗങ്ങളോടുള്ള ഉത്തരവാദിത്വം എല്ലാം മറന്ന് മനുഷ്യ ജന്മത്തിന്റെ ആ ഒരു ലക്ഷ്യം മറക്കുന്നത് അറ്റാച്ച്മെന്റ് കൊണ്ടാണ്. അത് പാടില്ല. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ആത്മാവിന്റെ തലത്തിലേക്ക് വരാം. ആരോടും കൂടുതൽ സംഘം, അതായത് സ്നേഹം വെക്കരുത്. അങ്ങനെ ചെയ്താൽ വലിയ വിഷമം ഉണ്ടാകും. എല്ലാവരോടും സമബുദ്ധി വേണം. സ്നേഹം വാസനയോ സംസ്കാരമോ ആയിത്തീരും. ഉദാഹരണം ശ്രീരാമ ഭരത ബന്ധം നമുക്കറിയാം അല്ലെ. മന്ദാകിനി നദിയിൽ ഒഴുകിയ രണ്ട് തടികള്, രണ്ട് വൃക്ഷങ്ങളുടെയാണ്. രണ്ടും ഒഴുകി വന്ന് കൂട്ടുകാരായി. വലിയ ഒഴുക്ക് വന്ന് അതിനെ വേർപിരിച്ചാൽ, അത് സെപ്പറേറ്റ് ചെയ്താൽ രണ്ട് വഴിക്ക് പോകും. ലോകത്തിലെല്ലാം അങ്ങനെയാണ് അല്ലേ. അപ്പോ എന്താണ്, ഞാൻ ആരാണ്, നീ ആരാണ് അല്ലെ, നമ്മൾ എവിടെ നിന്ന് വന്നു, ജന്മം തന്നെ ഒരു ഇന്ദ്രജാല പ്രകടനമാണ്. അപ്പൊ ഇതില് സംഘമുണ്ടായി, നമ്മൾ വിഷമമുണ്ടായിട്ട് ഉണ്ടാവാൻ കാരണം ഈ സത്യത്തെ അറിയാത്തത് കൊണ്ടാണ്. പലരും ഈ സത്യം അറിയാതെ കടന്നു പോകുന്നു. എന്റെ ബന്ധു, എന്റെ കുട്ടി, എന്റെ കുട്ടികള് എന്ന് പറയാതെ ആ ഒരു ഈശ്വര ധ്യാനം ചെയ്താല് മുക്തിയെങ്കിലും നമുക്ക് ലഭിക്കും. മരണസമയത്ത് ചിന്തിക്കുന്നത് എന്തോ അതായിട്ട് തീരും എന്നാണ് അല്ലെ. രാഗദ്വേഷങ്ങൾ ഒട്ടലുണ്ടാക്കും. എണ്ണ തേച്ച് ചക്ക മുറിക്കണം. കാരണം ജ്ഞാനത്തോടെ സ്നേഹിക്കാം. അതിന് ഫലേച്ഛ ഇല്ലാത്തത് കൊണ്ട് ആസക്തി ഇല്ലാതായി തീരും. അപ്പൊ ലോകത്തെ ഭഗവത് സ്വരൂപമായി കണ്ട് സ്നേഹിക്കും. പ്രാവിന്റെ കഥ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. അപ്പൊ പ്രാവിന്റെ കഥ എന്താണ്? ഒരു സ്ത്രീയും ഒരു പുരുഷനും. വേടൻ എന്ന് പറഞ്ഞാൽ എന്താ? കാലപുരുഷൻ. അതിലെ പക്ഷി എന്ന് പറയുന്ന പെൺപക്ഷി. ആ ഒരു കുടുംബമേ സത്യം എന്ന് കരുതിയിരിക്കുന്നവനാണത്. അപ്പൊ ആ ഒരു ദ്വന്ദ്വരാമന്മാരാണ്, ആത്മാരാമന്മാരല്ല. ഇവരുടെ ആത്മാവിന് ഒരിക്കലും ശാന്തി കിട്ടുന്നില്ല. അങ്ങനെ കുടുംബത്തെ വിട്ടിട്ട് ഭഗവത് ഭജനത്തിന് സമയമില്ല എന്ന് പറയുന്നവരാണ് നമ്മളെല്ലാം. എന്തെങ്കിലും ഒരു കുടുംബത്തിന് സംഭവിച്ചാൽ താൻ തന്നെ ഇല്ലാതായിത്തീരുന്നു അല്ലെ. ആ കഥയാണ് പ്രാവ് നമുക്ക് കാണിച്ചു തരുന്നത്. മനുഷ്യ ശരീരം വന്നിട്ട് അതിനെ ഭഗവത് പ്രാപ്തിക്ക്, ആത്മസാക്ഷാത്കാരത്തിന് പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഈ തടിക്ക് വിനാശം എപ്പോ വരുന്ന അറിയാതെ ഈ ഒരു പതിക സംഘം, ഇതൊരു പതിക സംഘമാണ്. അങ്ങനെ കണ്ട് നമ്മള് ആത്മസത്തയെ അറിഞ്ഞോണം. അപ്പൊ വിട്ടുപോകുന്നതിനെ പിടിച്ച അത് പോകുമ്പോ ഞാനും പോകും ഇല്ലേ. അപ്പൊ സാധന എന്ന് പറയുന്നത് എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ സാധനയാണ്. നമുക്ക് അത് കോൺസെൻട്രേഷനോടുകൂടി, സിൻസിരിറ്റിയോടുകൂടി ചെയ്താൽ നമുക്ക് ശരിക്കുമുള്ള ആ ഒരു റിയാലിറ്റി, ജീവിതം എന്താണെന്ന് കാണിച്ചു തരും. അപ്പൊ പ്രാവ് ദമ്പതികള് ദത്താത്രേയ മഹർഷിയുടെ ഒരു പ്രധാനപ്പെട്ട എന്താ പറയാ പ്രകൃതി കാണിച്ചു കൊടുത്ത ഒരു ഗുരുവായിട്ട് അദ്ദേഹം പറയുന്നു. അടുത്തത് പെരുമ്പാമ്പ്, 9ാമത്തത് പെരുമ്പാമ്പ്. പെരുമ്പാമ്പ് എന്താ ചെയ്യുന്നത്? തന്റെ ഇരയെ വിഴുങ്ങിക്കഴിഞ്ഞ് വയറ് നിറച്ചു കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് ഒരിടത്ത് കിടക്കും. കുറെ നാളത്തേക്ക് പിന്നെ അത് ഭക്ഷണം കഴിക്കില്ല. അതുപോലെ സാമാന്യമായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞാല് മനസ്സിനെ സന്തോഷമാക്കി വെച്ച് വീണ്ടും വീണ്ടും ഇന്ദ്രിയങ്ങൾക്ക് പുറകെ പായാതെ തന്റെ തത്വവിചാരം ചെയ്യണം. അതാണ് മനുഷ്യ ജന്മത്തിന്റെ പ്രധാന ലക്ഷ്യം അല്ലേ. അപ്പോ ആ ഒരു മലമ്പാമ്പ് എന്താ ചെയ്യുന്നത്? വായും തുറന്ന് കിടക്കും. ഒന്നും ചെയ്യാതെ വെറുതെ കിടക്കുകയാണ്. അതിന്റെ വായിലേക്കാണ് മുയലും മറ്റു മൃഗങ്ങളും ഒക്കെ വന്ന് വീഴുന്നത്. ഇതിനാണ് അജകാര വൃത്തി എന്ന് പറയുന്നത്. ഒരു സന്യാസികൾക്കുള്ളതാണ്. തനിക്ക് വേണ്ടത് വന്നു ചേർന്ന് കൊള്ളും. ആ ഒരു എതിർച്ച ലാഭസന്തുഷ്ട. എന്നിട്ട് കിട്ടുന്നത് എന്തോ അത് വിശക്കുമ്പോ കഴിക്കുക. ശരീരം പ്രാരാബ്ധമാണ്. ആ ഒരു ജീവിക്കുമ്പോ എന്താ പറയാ കഴിക്കേണ്ടത് കഴിച്ച് എന്താ പറയാ ആ ഒരു ശരീരത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ അരി മുറിക്കുക എന്ന് പറയും അല്ലെ. ആ ഒരു അന്നം വേണ്ടാതാകുന്ന സ്ഥലത്തില് ഈ ശരീരം വിട്ടുപോകും. ശരീരം പ്രാരാബ്ധം തീരുമ്പോ പോകും. സ്വാമി രാമതീർത്ഥന്റെ കഥ നമുക്കൊക്കെ അറിയാം അല്ലെ. അപ്പൊ അതുപോലെ മലമ്പാമ്പ് നമുക്ക് കാണിച്ചു തരുന്ന തത്വം, നമ്മള് ആ ശരീരത്തിൽ നിന്ന്, ആ ശരീരബോധത്തിൽ നിന്ന് ഉയർന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ യഥാർത്ഥമായിരിക്കുന്ന സത്യത്തെ അറിയാൻ സാധിക്കുകയുള്ളൂ. 10ാമത്തെ ഗുരു സമുദ്രമാണ്. എല്ലാ ജലസ്രോതസ്സും സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. ആകാശം പതിതം തോയം സാഗരം പ്രതി ഗച്ഛതി. ഏത് മലവെള്ളമായാലും കൈവഴിയായാലും പുഴയായാലും ഓടയിലെ ജലമായാലും അതിന്റെ ലക്ഷ്യം എന്താണ്? സമുദ്രവുമായിട്ട് ചേരുക എന്നതാണ്. അപ്പോ എത്ര ജലസ്രോതസ്സുകൾ ഉണ്ടെങ്കിലും സമുദ്രം എന്ന് എല്ലാ ജലസ്രോതസ്സുകളും സമുദ്രത്തിൽ എത്തിച്ചേർന്നാലും അതൊരിക്കലും കരകവിയുകയോ അതിന്റെ അതിർത്തികളെ ലംഘിക്കുകയോ ചെയ്യാറില്ല. എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നത്, ഗംഭീരമായിട്ട് ആഴത്തിൽ സ്ഥിതി ചെയ്യുന്നത് അതാണ് സമുദ്രം. അതിന്റെ ആഴം അളക്കാൻ ആർക്കും സാധ്യമല്ല. അതായിട്ട് തീരുവാനേ സാധിക്കുള്ളൂ അല്ലെ.
ജീവിതത്തിൽ എത്രയൊക്കെ തിരിച്ചടികൾ ലഭിച്ചാലും നമ്മുടെ മര്യാദ നമ്മൾ പാലിച്ച് ലക്ഷ്യം ആ ഒരു പരമമായ സത്യത്തിൽ ലയിക്കുക. ഇതായിരിക്കണം ഓരോരുത്തരുടെയും എന്താ പറയാ ആ ഒരു ജീവിത ലക്ഷ്യം. എല്ലാം ഉൾക്കൊള്ളുക. സമുദ്രം നമുക്ക് ഉദാഹരണം അതാണ് കാണിച്ചു തരുന്നത്. എത്ര നദികൾ വന്നു നിറഞ്ഞാലും സമുദ്രം നിറഞ്ഞു കവിയുന്നില്ല. എത്ര വേനൽ വന്നാലും അത് വറ്റിപ്പോവുകയുമില്ല. സമുദ്രം തീരത്തോട് അടുക്കുമ്പോൾ മാത്രമാണ് അലകൾ ഉണ്ടാകുന്നത്. നടുക്ക് എന്താണ്? വളരെ ഗംഭീരമായിട്ട് ചലനമില്ലാതെ ഇരിക്കും. അത്രയ്ക്ക് ആഴമുള്ളത് കൊണ്ടാണ് അലയില്ലാതെ ഇരിക്കുന്നത്, അല്ലെ? ഒരു എവറസ്റ്റിനെ വേണമെങ്കിൽ നമുക്ക് അതിൽ ഇറക്കി വെക്കാം. ആഴം കൂടുന്തോറും അലകൾ കുറയുന്നു. അതുപോലെയാണ് ജ്ഞാനിയായ സന്യാസിയും. എന്നാൽ ബാഹ്യ സംഭവങ്ങൾ എന്തും ബാഹ്യ സംഭവങ്ങൾ ഉണ്ടായാലും ജ്ഞാനമുള്ളവൻ അതെല്ലാം മറന്ന് ആഗമോ പായിനോ അനിത്യാഹ അചഞ്ചലനായിട്ടിരിക്കുന്നു. ആഴം എന്ന് പറഞ്ഞാൽ എന്താ? മഹാഗർത്തം, ആ വലിയ കുഴി, പ്രപഞ്ചമില്ലാതാകുന്ന സ്ഥലം. സമുദ്രത്തിൽ വീഴുന്ന എന്താ പറയാ, സാധാരണഗതിയില് സമുദ്രത്തില് ഈ പ്രളയം എന്ന് പറയുന്നത് എന്താ? സമുദ്രം, ഈ ഭൂമി മുഴുവനും പ്രളയജലത്തിൽ വീഴുകയാണ്. അത് ആ ഒരു ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിവുള്ള ആഴമുണ്ട് ഈ സമുദ്രത്തിന്. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മുടെ മനസ്സ് ഈ തലത്തെ അറിഞ്ഞാല് ഈ ലോക വിഷയങ്ങള് ഇതെല്ലാം തന്നെ വെളിയിലുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് അലകള് എന്താ പറയാ മനസ്സില് അലകളായിട്ട് സുഖദുഃഖങ്ങൾ ഉള്ളത്. ആഴമുണ്ട്. എത്രത്തോളം നമ്മുടെ മനസ്സ് ആഴമുള്ളതായി തീരുന്നു, എത്രത്തോളം ഈശ്വരനിൽ ഉറയ്ക്കുന്നു, ആ ജ്ഞാനം ഉറയ്ക്കുന്നു, മനസ്സ് അചഞ്ചലമായിട്ടിരിക്കും എന്നുള്ള തത്വമാണ് സമുദ്രം നമുക്ക് കാണിച്ചു തരുന്നത്. അടുത്തത് എന്താണ്? ഈയാംപാറ്റ. എന്താണ് ഈയാംപാറ്റ? മോത്തെന്ന് പറയും നമ്മൾ, അല്ലെ? രാത്രി ദീപത്തിന്റെ പ്രഭയില് അത് ആകർഷിക്കപ്പെടും. ഈയാംപാറ്റകൾ പറന്നു വന്ന് അതിൽ തന്നെ വീണ് അതിന്റെ അന്ത്യമുണ്ടാവുകയും ചെയ്യും. അതിന്റെ ജീവത്യാഗം ചെയ്യുന്നു എന്നാ പറയുന്നത്. ആകർഷണം എന്നത് മനസ്സിന്റെ ദുർബലതയാണ്. എന്താണെന്നറിയാതെ ബാഹ്യമായിട്ടുള്ള വെളിച്ചം കണ്ട് ചെയ്യുന്ന ആ ഒരു ചിലര് നമ്മൾ പലതിലും ആകർഷണങ്ങളിൽ പെടാറുണ്ട്, അല്ലേ? അപ്പോൾ തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു തലത്തിൽ ചിലപ്പോൾ അത് കൊണ്ടെത്തിക്കും. രാത്രിയുടെ ഇരുട്ട് നമ്മുടെ അജ്ഞാനമാണ്. അപ്പോ ആ ഒരു പകലിന്റെ വെളിച്ചമാകുന്ന ജ്ഞാനം കൊണ്ട് അവിദ്യയെ മറികടക്കണം. എങ്കിലേ ജീവിതത്തിലെ യഥാർത്ഥ സത്തയെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഭയത്തെ മാറ്റി ആ ഒരു അറിവിന്റെ ട്രാൻസ്ഫോർമേഷൻ, അതാണ് നമ്മൾ നേടേണ്ടതായിട്ടുള്ളത്. അപ്പോ ഓരോ ജീവനും ആ ഒരു പതംഗം, അതായത് നമ്മൾ വിളക്കുപാറ്റ, അതെന്താ കാണിക്കുന്നത്? ഓരോ ജീവനും ഇന്ദ്രിയ നിഗ്രഹണം, മനോനിഗ്രഹണം ഒക്കെ ചെയ്യുന്നത് എന്താ? ആ ഒരു ഭഗവത് അനുഭവത്തിന് വേണ്ടിയിട്ടാണ്. സ്വസ്വരൂപ അനുഭവമില്ലെങ്കിൽ ശമദമാദികളെല്ലാം തന്നെ ആ ഒരു എന്താ പറയാ നമ്മളെ വിട്ടുപോകും. ആ ഒരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ആ ഒരു ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു സദ്ഗുരു വേണം, അല്ലേ? ഗുരു പ്രകൃതി തന്നെയാണ്. ആ ഒരു ചിത്തിന്റെ ശക്തിയാണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ ജ്ഞാനം തെളിയുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം നമുക്കുണ്ടാകും. ആ വിളക്ക് കണ്ട പാറ്റ വരും. ആ എന്താ പറയാ, അതില് എന്താ, അത് വീണാലും വീണില്ലെങ്കിലും അത് വരും. കാരണം എന്താ? ആ ഒരു വെളിച്ചം, അതിന്റെ കണ്ണുകൾ അതിനെ ആകർഷിക്കുകയാണ്. അപ്പൊ അതിൽ പതിച്ച് അത് ഇല്ലാതായി തീരുന്നു. അതുപോലെ മനുഷ്യർ ഈ ലോകത്തിലെ വസ്തുക്കൾ ആകർഷിക്കപ്പെട്ടിട്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നത്. ഇവിടെ അല്ലേ? തന്റെ വിവേകം വെച്ച് ജന്മലക്ഷ്യം മറന്ന് പാറ്റയെ പോലെ ജന്മം ഇല്ലാതാക്കുകയാണ്. ഇപ്പൊ ടെലിവിഷൻ ഏറ്റവും വലിയ ആകർഷണമാണ് ഇന്നല്ലേ? ഇപ്പൊ കണ്ണിനെ നിയന്ത്രിക്കണം, പരസ്പരം ആകർഷിക്കുന്ന വസ്തുക്കളുടെ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ബുദ്ധിശൂന്യനായിരിക്കുന്ന മനുഷ്യൻ ചൈതന്യമുള്ളിൽ ഇരുന്ന് ആ ഒരു ഹിരണ്യം, ധനം, പ്രശസ്തി അവയ്ക്ക് വേണ്ടി നടക്കുകയാണ്. അപ്പൊ മായാപഞ്ചകം എന്താ പറഞ്ഞു തരുന്നത് നമുക്ക്? മായയുടെ പേക്കൂത്തുകളാണ് ഇതെല്ലാം. ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു, ഈ ജഡപദാർത്ഥങ്ങളിൽ നിന്ന് അതിൽ ആഗ്രഹം വെക്കാതെ, ആ ആഗ്രഹം വെച്ച് പാറ്റകളെ പോലെ നശിക്കാതെ ആ ഒരു ജ്ഞാനാഗ്നിയിലെല്ലാം നശിപ്പിച്ച് ആ സത്യത്തെ അറിയൂ. അങ്ങനെ അടുത്ത ആ ഒരു ഉദാഹരണം, അടുത്ത ഗുരു, 12ാമത്തെ ഗുരു എന്താണ്? വണ്ട്, അല്ലെങ്കിൽ ഭ്രമരം, അല്ലെങ്കിൽ തേനീച്ച, ബംബിൾ ബീ എന്നൊക്കെ പറയും. അപ്പൊ ഹണി ബീ അതെന്താണ് അത് ചെയ്യുന്നത്? പല പുഷ്പങ്ങളിൽ നിന്ന് ചെന്നിട്ട് അതിനെ കേടുവരുത്താതെ തേൻ ശേഖരിക്കുന്നു. അതിനെ സന്യാസികള് പല ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ ചെന്ന് അല്പമായി സ്വീകരിച്ച് ആ ഗൃഹസ്ഥനെ അനുഗ്രഹിക്കുന്നു, ഇല്ലേ? അതിനെയാണ് നമ്മൾ യതിധർമ്മം എന്ന് പറയുന്നത്. എന്ത് തരുന്നോ അതിനെ സ്വീകരിക്കുക എന്നാണ് യതിധർമ്മം. ഇപ്പൊ ശരീരധർമ്മത്തിന് വേണ്ടി മാത്രം സ്വീകരിക്കുക, ഇതിനെയാണ് മധുകര വൃത്തി. ആരെയും ഹിംസിക്കാതെ
അധ്യാത്മവിദ്യയിൽ ജ്ഞാനവും വിജ്ഞാനവും നേടണം. ശാസ്ത്രത്തിൽ നിന്ന് ജ്ഞാനം നേടി ആ ഒരു എക്സ്പീരിയൻസ് സ്വയം നേടി വിജ്ഞാനത്തിലെത്തണം. ആ വസ്തുത നമ്മൾ ആ വസ്തുക്കൾ, അതായത് ആ ജ്ഞാന വസ്തു, അതിനെ ആഴത്തിൽ പഠിക്കണം. പലരിൽ നിന്ന് അറിവ് നേടണം. ആ സത്യത്തിൽ എത്തണം. ഇല്ലേ? ഒരു തേനീച്ചയെ പോലെ പല പൂവിന്റെ പുറത്ത് വന്നിരുന്ന് വളരെ ശ്രദ്ധിച്ചിട്ടാണ് അത് ഇരിക്കുന്നത്, ഇല്ലേ? അതിന്റെ തേനെടുക്കുന്നത്. വളരെ സന്തോഷത്തോടെ ശബ്ദം പുറപ്പെടുവിച്ച് ആനന്ദ നൃത്തം ചെയ്തുകൊണ്ട് അത് സ്വീകരിക്കുന്നു. മാത്രമല്ല തിരിച്ച് എന്താ പ്രത്യുപകാരമായിട്ട് അതിന്റെ പരാഗങ്ങൾ മറ്റു പുഷ്പങ്ങളിൽ അത് ഇടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ എടുത്ത പൂവിനും ഒരു ഉപകാരം ചെയ്യുന്നു. എന്താണ്? അത് പോളിനേഷൻ ചെയ്യുന്നു, അല്ലെ? അതുപോലെ പ്രകൃതി തരുന്നത് എല്ലാം നന്ദിയോടെ സ്വീകരിക്കുക, ആനന്ദത്തോടെ മാത്രം വേണ്ടത് സ്വീകരിക്കുക. പ്രത്യുപകാരമായിട്ട് ഒരു നന്ദി സ്മരണമെങ്കിലും മനസ്സിലുണ്ടായിരിക്കണം. ഇത് തന്നെയാണ് പഞ്ചയജ്ഞങ്ങൾ എന്ന് പറയുന്നത്. തരുന്നതിനെ നമ്മൾ പോഷിപ്പിക്കണം. അടുത്തത് എന്താണ്? അടുത്തത് ആന. ആന എന്ന് പറയുന്ന ഒരു വലിയ, അല്ലെ, നമ്മൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ് നമ്മൾ ആന എന്ന് പറയുന്നത്. വളരെ സെൻസിറ്റീവാണ് ആന. അപ്പോ ആനയുടെ ദേഹം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അത് എപ്പോഴും ജലത്തിൽ കിടക്കുന്നത്. ഇതിനെ പിടിക്കുന്നത് തന്നെ എന്താണ്? പിടിയാനെ വെച്ചുകൊണ്ടാണ്, അല്ലെ? ശരിക്കും ഗന്ധത്തെ കാണിക്കുന്നത്. ഒരു സ്ത്രീയെ ഒരു എന്താ ഒരു ഭിക്ഷു ഒരിക്കലും തൊടരുതെന്നാണ്. അതായത് ഒരു മരപ്രതിമയെ പോലും, കാരണം പൂർണ്ണതയിൽ വന്ന ആളിന് ഇത് ബാധകമല്ല. സ്പർശത്തിന്റെ അടിമയാകരുത്. അതായത് സ്പർശമാണ് നമുക്ക് ഉള്ളിൽ വികാരങ്ങളെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ പിടിയാനയുടെ ഗന്ധത്തിൽ മയങ്ങി കൊമ്പനാന വളരെ സമൃദ്ധമായിട്ട് ആ ഇലകൾ കൊണ്ട് മറച്ച ഒരു കുഴി അതിൽ വീഴുകയാണ്. നമ്മൾ ആനയെ അങ്ങനെ പിടിക്കുന്നത്, അല്ലെ? അതിന്റെ സ്വതന്ത്രമായിട്ട് വീഴാതെ മറ്റുള്ളവരുടെ ജോലി ചെയ്യിപ്പിക്കാൻ, പരിശീലിപ്പിക്കാൻ തുടങ്ങുകയാണ് അവിടുന്ന് പിടിച്ചിട്ട്. ഇതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അപ്പൊ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മനസ്സ് പലപ്പോഴും എന്താണ്? ചതിക്കുഴികളിൽ ചെന്നെത്തും. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തും, നമ്മുടെ ഉപാസനാ ലക്ഷ്യത്തെ ഇല്ലാതാക്കും. അതുകൊണ്ട് ലൗകിക ജീവിതം വളരെ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതാണ്. സത്യം, ധർമ്മം, ജ്ഞാനം ഇവയിൽ ഊന്നി വേണം നമ്മൾ ജീവിക്കാൻ. അടുത്ത 15-ാമത്തത് എന്താണ്? മാനാണ്. കാരണം അത് ശബ്ദത്തെ കാണിക്കുന്നു, മാൻ. അപ്പോ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം, സംഗീതം, ഭാഷ. മാൻ എന്ന ശബ്ദത്തിന് അടിമയാണ് എന്ന് പറയാറുണ്ട്. മാൻ സംഗീതത്തിന്, ശബ്ദത്തിന് അടിമയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ സംഗീതം, അതായത് ഭഗവാനെ പ്രകീർത്തിക്കാൻ മാത്രമാണ് സാധാരണ സംഗീതം പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഭക്തി ഉണ്ടെങ്കിൽ ഈ സംഗീതത്തെ ഭഗവത് പ്രാപ്തിക്ക് നമുക്ക് കാരണമാക്കാം, അല്ലെ? നമ്മള് എന്താ പറയാ, നരസ്തുതി, അതായത് മനുഷ്യരെ സ്തുതിക്കുക, രാജാവിനെ സ്തുതിക്കുക, അല്ലെ? മനുഷ്യന് വേണ്ടി കൈതട്ടുക. ഇതൊക്കെ തന്നെ എന്താണ്? ഇന്നിപ്പോ നമ്മൾ പോപ്പ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു തലമുണ്ട്, അല്ലെ? എല്ലാം ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാല് അതിന് പ്രത്യേകിച്ച് ഒരു താളബോധമൊന്നും ഇല്ലാതെ എന്തും കാണിക്കുന്നതാണ് ഈ പോപ്പ് മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പൊ ലൗകിക വൃത്തികള് ഉണ്ടാവാനുള്ളതല്ല സംഗീതം. താളം, രാഗം, ഭക്തി എല്ലാം നമുക്ക് എന്താ പറയാ, ഒരു ഇന്ദ്രിയത്തില്, നമ്മുടെ ഇന്ദ്രിയങ്ങളില് ഭഗവത് ഭക്തി, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം നമുക്കറിയാം, ആ ഒരു മൃഗീസുതനായിരിക്കുന്ന ഋഷ്യശൃംഗൻ പാട്ടിന് അടിമപ്പെട്ടാണ് ലോമപാദർ എന്ന് ആ ലോമപാദന്റെ രാജ്യത്തിൽ എത്തിയത് പോലെ ആവരുത്. വൈശാലി നമുക്കറിയാം, അല്ലെ? ഭാഷ അറിയില്ലെങ്കിൽ ഒന്നും നെഗറ്റീവായിട്ട് തോന്നില്ല. ഭാഷയാണ് മനസ്സിൽ ആദ്യം ഉണ്ടാകുന്നത്. ശബ്ദം എന്ന് പറയുന്നത് ശബ്ദബ്രഹ്മമാണ്. മനസ്സ് എന്ന് പറയുന്നത്, മനസ്സിന് ശാന്തി വരുന്നത് എന്താ? ആ ഒരു വാക്കുകൾ കൊണ്ട്. നമുക്ക് എന്തിനെ അറിഞ്ഞാൽ നമുക്ക് ശാന്തി കിട്ടുമോ? അത് നമുക്ക് കിട്ടുന്നത് എന്തിലൂടെയാണ്? വാക്കിലൂടെയാണ്, അല്ലെ? അപ്പോ മാൻ എന്ന് പറയുന്നത് ശബ്ദം ഒരു വീക്ക്നെസ് ആണ് മാനിനെന്ന് കാണിക്കാനാണ്. അതുപോലെ നമുക്കും എന്താണ്? മാൻ വളരെ ശ്രദ്ധയോടെ കേൾക്കും. മാൻപിടുത്തക്കാരനായിരിക്കുന്ന വേടൻ വളരെ മധുരമായിട്ട് തന്റെ ഫ്ലൂട്ട് വായിക്കുമ്പോൾ തന്നെ മാൻ അതിൽ ആകർഷിക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അതിന്റെ അടുത്തേക്ക് എത്തും, വേട്ടക്കാരന്റെ പിടിയിൽപ്പെടുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ചെവികളും എന്താണ്? പുറത്തേക്കാണ് തുറന്നു വെച്ചിരിക്കുന്നത്, അല്ലെ? ഒരു പാട്ട്, നമ്മുടെ ആളുകൾ നമ്മളെ പുകഴ്ത്തുന്നു, അല്ലേ? അപ്പോ അത് കേൾക്കാൻ വളരെ സന്തോഷമാണ്. ആ പാട്ട് എന്താ പറയാ, അസത്യങ്ങളായിരിക്കും. നമുക്ക് ശ്രവിക്കാൻ വേണ്ടാത്തതായിട്ടുള്ള പലതും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. പ്രശംസയിൽ നമ്മൾ ഉയർന്നു പോകും.
നിന്നയിൽ താഴ്ന്നു പോകും, അല്ലെ? ഇങ്ങനെ നുണ പ്രചരണങ്ങൾക്കൊക്കെ നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാതെ ഈ ലോകത്തിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? ആ ഒരു ജീവൻ ആത്മജ്ഞാനം ഉണ്ടായിരിക്കണം, വളരെ അത്യാവശ്യമാണ്. അതുണ്ടാവണമെങ്കിൽ എന്താ വേണ്ടേ? നിത്യ സാധനയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇതൊക്കെ അതിജീവിക്കാൻ ഉള്ള ആ ഒരു ആത്മശക്തി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയാ, മാൻ നമുക്ക് ഒരു വലിയ തത്വത്തെയാണ് കാണിച്ചു തരുന്നത്. അടുത്തത് എന്താണ്? അപ്പം രസം, അതായത് ജിഹ്വ, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങളെല്ലാം ഇതിൽ വരികയാണ്. അടുത്തത് ജിഹ്വ, നമുക്ക് ഉദാഹരണമായിട്ട് ദത്താത്രേയ മഹർഷി കാണിച്ചു തരുന്ന മീനിനെയാണ്. നാവിന് അടിമപ്പെട്ട മനുഷ്യൻ മരിക്കുന്നു, മീനിനെ പോലെ, അല്ലെ? എല്ലാ ഇന്ദ്രിയങ്ങളും ജയിച്ചാലും നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ പതനം ഉണ്ടാകും. നാവിനെ ജയിക്കാത്തവൻ ജിതേന്ദ്രിയനല്ല. വിവിധ രുചികളെല്ലാം തന്നെ നാവിനെ നമുക്ക് തൃപ്തിപ്പെടുത്തുന്നവയാണ്. ആ ഒരു വിശപ്പിന് മാത്രം ഭക്ഷിക്കുക. ഇരകൾ മീനിനെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാല് ഇരയിട്ട് മീൻ പിടിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? മീനിന് ആ ഒരു ആഹാരം കഴിക്കാൻ, ഫുഡിനോടുള്ള ആർത്തി കൊണ്ട് അത് ചെന്ന് ആ ഇരയെ പിടിക്കുന്നു, അത് ആ കുടുക്കിൽ പെടുന്നു. അപ്പൊ അതിന്റെ ജീവൻ ഇല്ലാതാകുന്നു. അപ്പൊ നാവിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗത്തിന് അടിമപ്പെടും. രമണ മഹർഷി പലതിലല്ല ഏകത്തില് ഉള്ള രുചി ഉണ്ടാകണമെന്ന് പറയണു. എന്നാൽ മാത്രമേ നമുക്ക് വിശപ്പിന് രുചി ഉണ്ടാവുള്ളൂ. നാവും കണ്ണും കൂട്ടുകാരാണ്. നിയന്ത്രിച്ചില്ലെങ്കിൽ എന്താ? മനസ്സിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും, അല്ലെ? ഭഗവത് നാമം, ആ ഒരു നാമത്തിന്റെ രുചി അറിഞ്ഞാല് ഇല്ല, എന്താ പറയാ, പിന്നെ ഒരിക്കലും നമുക്ക് വേറൊന്നിലും രുചി ഉണ്ടാവില്ല. അപ്പൊ ആ ഭഗവത് നാമത്തിന്റെ രുചി, അതല്ലേ ബ്രൂഹി മുകുന്ദേ നീ എന്ന് പറയുന്നത്. നാവ് പല്ല സംവാദം, എനിക്ക് എന്താ പറയാ, ആ ഒരു നാവ് നിയന്ത്രിച്ചുകൊണ്ട് 32 പല്ല് ചുറ്റും നിൽക്കുന്നു, അല്ലെ? നാവിന് ആ ഒരു നാമരസം പഠിപ്പിക്കുക, ഭഗവത് നാമം സദാ ചൊല്ലുക. അടുത്തത് പിങ്കള എന്ന് പറയുന്ന വേശ്യാസ്ത്രീയാണ്. 16-മത്തത് ജനക മഹാരാജാവിന്റെ രാജധാനിയിൽ ഒരു മണിമാളിക, അവിടെയാണ് പിങ്കളയുടെ വീട്. ഈ അവധൂതൻ അവളുടെ വീട്ടിന്റെ നടയിലിരുന്നു. അവള് വസ്ത്രം മാറി വെളിയിൽ വന്നു, അകത്തു പോയി. അങ്ങനെ കുറെ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ ആരും ഇല്ലാതായി. അവൾ പുറത്ത് വന്നിരുന്നപ്പോ ഈ അവധൂതന്റെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചു. അപ്പോ അദ്ദേഹം ഒരു ആത്മാരാമനായിട്ട്, ആത്മാവില് ഒരു അന്തർയാമിയായിട്ട്, ഒരു എന്താ പറയാ, സന്തോഷവാനായിട്ട് ഇരിക്കുന്ന കണ്ട ആ സ്ത്രീ പൂർണ്ണ വിരക്തിയായി എന്ന് കഥ. അവൾക്ക് തന്റെ ആ ഒരു അസത്തായിരിക്കുന്ന ജീവിതത്തില് തന്റെ എന്താ പറയാ, യഥാർത്ഥമായിരിക്കുന്ന സത്തിനെ അറിയാൻ സാധിച്ചു. ജീവിതം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതിൽ അവൾക്ക് ദുഃഖം തോന്നി. മാത്രമല്ല, തന്റെ ഉള്ളിലെ നിത്യമുക്ത ബുദ്ധ സ്വരൂപനായിരിക്കുന്ന ആ ഒരു രമണനെ കാണാതെ ഈ മലമൂത്രങ്ങൾ നിറഞ്ഞ ഈ മാംസപിണ്ഡത്തെ സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്ന് എന്താ പറയാ, അതായത് വന്നു പോകുന്ന പുരുഷനോ അല്ല, ഭർത്താവ് പോലും തന്നെ വിട്ടുപോകും എന്നുള്ള സത്യത്തെ അവള് തിരിച്ചറിഞ്ഞു. പക്ഷേ ലക്ഷ്മി ദേവിയെ പോലെ തന്റെ ആത്മാവായിരിക്കുന്ന ഭർത്താവിനെ, അതായത് ഭഗവാനെ പിരിയാതെ സന്തുഷ്ടിയായിട്ട് ജീവിക്കാം. ഈ എന്താ പറയാ, വിദേഹ മഹാരാജ്യത്തിൽ ഞാൻ മാത്രാണ് വിട്ടി, അതായത് വിദേഹ രാജ്യത്ത്, അതായത് ജനകന്റെ രാജ്യത്താണ് ഈ പിങ്കള എന്ന് പറയുന്ന വേശ്യാസ്ത്രീ താമസിച്ചിരുന്നത്. പക്ഷെ ഇത്രയും കാലം ഉറങ്ങാതെ പിങ്കള സ്വരൂപത്തില് ആ ഒരു മനസ്സിനെ ലയിപ്പിച്ച് നിർവികൽപ്പ സമാധിയിൽ ലയിച്ചിരുന്നു എന്ന് പറയുന്നു. നമ്മളൊക്കെ തന്നെ പിങ്കളമാരാണ്. പുറമേ സംബന്ധമുണ്ടെങ്കിൽ മനസ്സിന് ശാന്തി വരില്ല. ആത്മാവിനെ വിവാഹം കഴിച്ച ഒരു ആ വ്യക്തിക്ക് നിത്യസംബന്ധമായിട്ടുള്ളത് ആ പരമാത്മാവായിട്ട് മാത്രമാണ്. പല ജന്മങ്ങളിലായി പല വസ്ത്രമിട്ട് ബഹിർമുഖമായി ലോകത്തെ ആകർഷിച്ചു. അങ്ങനെയാണ് ഒരിക്കലെങ്കിലും ഉള്ളിലോട്ട് തിരിഞ്ഞാൽ അവൾക്ക് ശാശ്വതമായിരിക്കുന്ന സുഖത്തെ കാണാൻ സാധിക്കും എന്ന് നമുക്ക് പിങ്കള എന്നുള്ള വേശ്യാസ്ത്രീ കാണിച്ചു തരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാൽ അടുത്ത 17-മത്തെ ഗുരു ആരാണ്? പരുന്താണ്, അല്ലേ? ഒരു പരുന്തെന്ന് പറഞ്ഞാൽ ഈഗിൾ. ഒരു പരുന്ത് മാംസകൃഷ്ണം കൊണ്ട് പറക്കണു. അതിന്റെ പുറകെ ധാരാളം കാക്കകൾ അതിന്റെ പുറകെ കടന്നു പോകുന്നു. അതിനെ കൊത്തുന്നു. അതിന്റെ പിടിവിട്ടപ്പോൾ എന്താ, കാക്കകൾ പോയി. ശരിക്കും നമ്മൾ എന്താണ്, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദുഃഖങ്ങളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, വറീസിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ സെൻഷ്വൽ പ്ലഷേഴ്സ് എന്ന് പറയുന്നത് കാരണം നമ്മള് എന്താ പറയാ, എന്താ പറയാ, കാക്കകൾ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇതിന് നമ്മുടെ
ശരീരം എന്ന് പറയുന്ന അതിൽ പിടിവെച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഭോഗസുഖങ്ങളെ തേടി നടക്കുന്നത് അല്ലെ. അപ്പൊ അതിന് പുറകെ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളും ഉണ്ടാകും. എപ്പോഴാണോ നമുക്ക് ഈ ശരീരത്തിന് ഉള്ള സുഖങ്ങൾ അല്ല ആത്മാവിലാണ് സുഖമെന്ന് തിരിച്ചറിഞ്ഞ് ഈ ശരീരമാകുന്ന ആ ആ ഒരു കഷ്ണത്തെ, മാംസ കഷ്ണത്തെ വിടുന്നത്, നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അവിടെ നിന്ന് പോവുകയാണ്. അതുകൊണ്ടാണ് എപ്പം നമ്മള് അതിനെ വിടുന്നു, കാക്കകളിൽ ആ ഇറച്ചി കഷ്ണത്തിലെ ആ പരുന്ത് വിട്ടപ്പോ കാക്കകളെല്ലാം പോയി എന്ന് പറയുന്നത്. ഡോണ്ട് ഓൺ ഇറ്റ്, ഡ്രോപ്പ് ഇറ്റ്. വി ആർ നോട്ട് ദ ഓണേഴ്സ്. ഈ ശരീരം നമ്മുടെ അല്ല. ഈ സത്യത്തെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ ചെറിയ പക്ഷികൾ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങളാണ്, നമ്മുടെ ദുഃഖങ്ങളാണ്. ഇതെല്ലാം പോണെങ്കിൽ ശരീരത്തിൽ നിന്ന് ആ ശരീര താതാത്മ്യം നമ്മൾ വിടണം എന്നർത്ഥം. അടുത്ത 18ാമത്തെ ഗുരു ബാലനാണ്. ബാലൻ എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടിയാണ്, നിസ്സഹായനാണ് അല്ലേ. അതിനൊന്നും അറിയില്ല. പക്ഷെ എന്താ? വളരെ പവർഫുൾ ആണ്. അതായത് കശുപു പോലും തോറ്റുപോയി ചെറിയ കുട്ടിയായിരിക്കുന്ന പ്രഹ്ലാദന്റെ മുമ്പില്. അപ്പോ ആ ഒരു ശരിക്കും പറഞ്ഞാല് ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ആങ്സൈറ്റി ഇല്ല, അവർക്ക് ദുഃഖങ്ങളില്ല. കാരണം അവർക്ക് ഒരു കുഞ്ഞിനെ പോലെ. അപ്പൊ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ ഏത് മഹാകായനും, അതായത് ഹിറ്റ്ലർ പോലും മുട്ടുകുത്തുന്ന പറയുന്നത്. ബിക്കോസ് ചൈൽഡ് റെപ്രസെന്റ്സ് ഗോഡ് എന്നാണ്. ഈശ്വരന്റെ പ്രതിരൂപമാണ് കുഞ്ഞുങ്ങൾ. അതിന്റെ ഇന്നസെൻസ് ആൻഡ് പ്യൂരിറ്റി വളരെ ശുദ്ധമാണ് അവരല്ലേ. അപ്പോ ആ ബാലനിൽ നിന്ന് നമ്മൾ ഇതാണ് പഠിക്കേണ്ടതെന്ന് ദത്താത്രേയ മുനി നമുക്ക് കാണിച്ചു തരുന്നു. 19ാമത്തെ ഗുരു കന്യകയാണ്. കന്യക എന്ന് പറഞ്ഞാൽ വിവാഹ പ്രായമായിരിക്കുന്ന ഒരു പെൺകുട്ടി. പെണ്ണ് കാണാൻ വന്നവർ പുറത്തിരിക്കുകയാണ്. അച്ഛനും അമ്മയും വീട്ടിലില്ല. അവള് നെല്ല് കുത്താൻ തുടങ്ങി. തന്റെ വീട്ടിലെ ദാരിദ്ര്യം വന്നവർ അറിയരുത് അല്ലെ. വളരെ ശബ്ദമുണ്ടാക്കാതെ നെല്ല് കുത്തിയെങ്കിലും കയ്യിലെ വളകള് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. എല്ലാം ഊരിക്കളഞ്ഞിട്ട് 2 വളയായപ്പോഴും കുറച്ച് ശബ്ദം കേട്ടു. പിന്നെ അത് ഒന്നാക്കിയപ്പോൾ ശബ്ദം ഇല്ലാതായി. ഇതിൽ നിന്ന് ഒരു സത്യം മനസ്സിലായി. കാരണം ആത്മസാധനയില് നമ്മൾ എന്നും തനിച്ചാണ്. ശ്രദ്ധ ഉണ്ടാണെങ്കിൽ എന്ത് വേണം? 2 എണ്ണം ചേർന്നാൽ ശബ്ദം ഉണ്ടാകും അല്ലെ. അപ്പൊ അധ്യാത്മ സാധന എപ്പോഴും തനിയെ ആയിരിക്കണം. കൂട്ടായിട്ട് അധ്യാത്മ സാധന എന്ന് പറഞ്ഞ ഒന്നില്ല. കാരണം അവിടെ എന്താണ്? ആ ഒരു കൂട്ടായിട്ടുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഉണ്ടാകും. ഏകാന്ത ധ്യാനമാണ് നമ്മൾ കന്യകയിൽ നിന്ന് പഠിക്കേണ്ടത്. അടുത്തത് ശരിക്കും പറഞ്ഞാല് അമ്പുണ്ടാക്കുന്നവൻ. എന്താ പറയാ, ഒരു നമ്മുടെ പ്രപഞ്ചത്തില് പല പല തരത്തിലുള്ളതാണ്. ഇന്ന് പല ഗുരുക്കന്മാരെയാണ് നമുക്ക് ദത്താത്രേയ മഹർഷി കാണിക്കുന്നത്. എന്താണ് ഈ അമ്പ് ഉണ്ട്? അതായത് അമ്പും വില്ലിലും അമ്പ് വളരെ പ്രാധാന്യമാണ് അല്ലെ. ആ വില്ലില് ചേർത്ത് കൊലയ്ക്കുന്നതിനെയാണ് അമ്പെന്ന് പറയുന്നത്. ലക്ഷ്യസ്ഥാനത്തെ നോക്കി അയക്കുന്നതാണ്. അത് അവിടെ ചെന്ന് തറയ്ക്കും. അമ്പുണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ശ്രദ്ധ വേണം. അപ്പോ രാജാവ് കടന്നു പോയിട്ട് പോലും ഈ അമ്പുണ്ടാക്കുന്ന ആള് ശ്രദ്ധിച്ചില്ല എന്നാ പറയുന്നത്. അതുപോലെ പുറമെ അലഞ്ഞു നടക്കുന്ന ചിന്തകളെ എല്ലാം തന്നെ ഹൃദയത്തിൽ കൊണ്ടുവന്ന് നിർത്തണം. എന്നാ പതുക്കെ പതുക്കെ നമ്മുടെ ആ ഒരു കർമ്മവാസനകളെല്ലാം ഇല്ലാതായിട്ട് തീരും. എന്താ പറയാ, ആ തമസും രജസ്സും എല്ലാം നീങ്ങി നമ്മൾ സത്വഗുണത്തിൽ എത്തിച്ചേരുന്ന ആ ഒരു ശ്രദ്ധയെ കാണിക്കാനാണ് അമ്പുണ്ടാക്കുന്നവനെ പറയുന്നത്. അടുത്തത് ഒരു പാമ്പ്, അതായത് സർപ്പന്റ്. അപ്പൊ പാമ്പ് എലിയുടെ മാളത്തിൽ പോയി സുഖമായിട്ട് കിടക്കുന്നു അല്ലെ. തൻ്റെതായിട്ട് ഒന്നുമില്ലെങ്കിലും ജീവിതം സ്വതന്ത്രമായിട്ട് തീരുമെന്ന് പാമ്പ് കാണിക്കുന്നു. പിന്നെ അടുത്തത് എട്ടുകാലി, പൂർണാഭം എന്ന് പറയും. എട്ടുകാലി തന്റെ വലയിലെ തന്നെ ദ്രവം കൊണ്ട്, തന്റെ വായിലെ ദ്രവം കൊണ്ടാണ് അത് വലയുണ്ടാക്കുന്നത് അല്ലെ. അത് തിരിച്ച് അതിൽ തന്നെ, അതായത് ആ വലയിൽ കുരുങ്ങി അത് മരിക്കണു. ഭഗവാനും ഈ പ്രപഞ്ച ക്രീഡയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ തന്നെ വന്ന് കുരുങ്ങി ഇതിലെ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ഈ വലയാകുന്ന ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ ജീവൻ പോകുന്നു. പക്ഷെ നമ്മൾ എന്ത് വേണം? ഇതിൽ നിന്ന് പുറത്തു കടക്കണം. തന്റെ ജീവിതം എട്ടുകാലിയുടേത് പോലെ ആവരുത് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് എന്താ? ആ ഒരു അനിത്യ വസ്തുക്കളിൽ നിന്ന് പുറത്തു വന്ന നിത്യവസ്തുക്കളെ അറിയണം, നിത്യവസ്തുവിനെ അറിയണം. അടുത്തത് വണ്ടാണ്, ഭ്രമരം കീടത്തിനെ കുത്തിയാൽ എന്താ? ആ ഒരു എന്താ പറയാ, അത് ഭ്രമരമായിട്ട് തീരും. അതായത് നമ്മൾ വേട്ടാവളി എന്ന് പറയും. അതായത് ഒരു മണ്ണിനകത്ത് അത് ഇരിക്കും. അത് ഒരു ഭ്രമരം വന്ന് കുത്തിയാല് അതായിട്ട് തീരും. അതുപോലെ നമ്മൾ ബ്രഹ്മത്തെ പറ്റി അറിഞ്ഞാല് മനസ്സ് ബ്രഹ്മമായിട്ട് തീരും. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. അടുത്തത് ശരീരമാണ്.
എന്താ പറയാ 24ാമത്തെ ഗുരുവായിട്ട് പറയുന്നത് ദേഹോ ഗുരു മമ. ദേഹം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു എന്ന് ദത്താത്രേയൻ പറയുന്നു. ഇതിനുള്ളില് ആ പരമമായിട്ടുള്ള സത്യം ഇരിക്കുകയാണ്. എത്ര അടുത്തിരുന്നിട്ടും അറിയാതെ പോകുന്നു അമ്പലങ്ങളിലും പുണ്യ തീർത്ഥങ്ങളിലും അന്വേഷിച്ച് നടക്കുന്ന മനുഷ്യൻ, അല്ലെ? കസ്തൂരി മാനിനെ പോലെ ഒരിക്കലും അതിന്റെ നിധി എവിടെയാണെന്ന് അറിയാതെ, ഒരിക്കലും തുറക്കാത്ത, അറിയാത്ത, അതിന് മുകളിലിരുന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരു തലമാണ് മനുഷ്യൻ്റെത്. നമ്മള് എന്താ പറയുക, ഒരിക്കൽ ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ, അല്ലെ, അതിന്റെ ഇമ്പോർട്ടൻസ് അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല് എന്താ, ഒരിക്കലും പിന്നെ നമ്മൾ വെളിയിൽ അലഞ്ഞു തിരിയില്ല, ആരുടെ മുമ്പിലും കൈനീട്ടില്ല. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാല് ആ ഒരു ചിലന്തി, ആ ഒരു ഒരു എന്താ പറയാ, നമ്മളെ വളരെ മോശമായി വിഷമുള്ളതായിട്ട് കണക്കാക്കുന്ന പാമ്പും എട്ടുകാലികൾ പോലും നമുക്ക് പല പല സത്യങ്ങള് ജീവിതത്തില് പല പല സത്യങ്ങളെയാണ് കാണിച്ചു തരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രകൃതിയിലെ 24 ഗുരുക്കന്മാരെന്ന് പറയുന്നത്. ഇതിലൂടെ നമുക്ക് ഈ സത്യങ്ങളെ അറിഞ്ഞ് നമുക്ക് മുക്തിയിൽ എത്തിച്ചേരാൻ സാധിക്കും, അല്ലെ? അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ എല്ലാം ഭഗവത് പാദങ്ങളില് ആ ഒരു സ്വേച്ഛയില്ലാതെ പ്രകൃതി എന്താണോ വിധിച്ചത് അത് അനുസരണമായിട്ട് നീങ്ങും. ശ്രീരാമകൃഷ്ണ ദേവൻ പറഞ്ഞ പോലെ ഒരു ഉണക്കപ്പുല്ല് കാറ്റിലൂടെ എങ്ങനെയോ അങ്ങനെ. അപ്പൊ നമുക്ക് പ്രകൃതിയിൽ ഈ വിശേഷ ബുദ്ധിയില്ലാത്ത, മനുഷ്യനെ പോലെയുള്ള ബുദ്ധിയുടെ തലങ്ങളില്ലാത്ത ഈ പ്രകൃതി തന്നെ നമ്മുടെ ആ ഒരു ജ്ഞാനേന്ദ്രിയങ്ങള്, ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങള്, പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങള്, ഇവിടെ വച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും നമുക്ക് ആ യഥാർത്ഥത്തിൽ ഈശ്വരനിലേക്ക് തിരിയേണ്ട, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മവസ്തു മാത്രമാണ് നമുക്ക് ഏകാന്തമായിട്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കും. അത് മാത്രമാണ് സുഖവസ്തു, അവിടെ മാത്രമാണ് നമുക്ക് ശാശ്വതമായിരിക്കുന്ന സമാധാനം കിട്ടുന്നതെന്ന് കാണിച്ചു തരികയാണ്. എന്തുകൊണ്ടാണ് ദത്താത്രേയൻ ഭൃഗു മഹർഷിയോട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് ഈ പ്രകൃതിയില്? കാരണം ഈ പ്രകൃതി തന്നെ എൻ്റെ ഗുരുവാണ്. ഞാൻ സസൂക്ഷ്മം വീക്ഷിച്ചപ്പോൾ ഈ പ്രകൃതിയിലിരിക്കുന്ന ഓരോ വസ്തുക്കളും എനിക്ക് ഗുരുവായിട്ട് തീർന്നു. അതിൽ നിന്ന് ഞാൻ പാഠങ്ങൾ പഠിച്ചു. ആ പാഠങ്ങളിലൂടെ ഇന്ന് ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നു. ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാതെ, ഒന്നിനോടും സംഘമില്ലാതെ, നിസ്സംഗനായിട്ട് എല്ലാ സംഘങ്ങളും എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മവസ്തുവിൽ വെച്ചിട്ട്, അങ്ങനെ മാത്രമേ, അല്ലയോ മഹാരാജാവേ, ആ ഒരു മനുഷ്യൻ എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപദേശം ആ ഒരു എന്താ പറയാ ബ്രഹ്മാവിഷ്ണു രുദ്ര സ്വരൂപമായിരിക്കുന്ന ദത്താത്രേയൻ നമുക്ക് പറഞ്ഞു തരണു. നമ്മുടെ ആത്മവസ്തു നമ്മളിൽ തന്നെയാണ്. ആ വസ്തുവിനെ അറിയാൻ ശ്രമിക്കുക, അതിലൂടെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുക. അത് നമുക്ക് നിത്യലബ്ധമാണ്. അതിനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഗുരുവിന്റെ ആ പാദങ്ങളിൽ സറണ്ടർ ചെയ്താല്, അല്ലെ, നമുക്ക് ആ ഗുരു തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആത്മവസ്തുവിനെ കാണിച്ചു തരും. അങ്ങനെ ഈ 24 ഗുരുക്കന്മാരും എങ്ങനെയാണോ യദു മഹാരാജാവിന് ഒരു വഴി കാണിച്ചു കൊടുത്തത്, അതുപോലെ നമ്മുടെ ഉള്ളിലും ആ ഒരു ആത്മവസ്തുവിനെ അറിയാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.